സത്യത്തിൽ ഇവിടെ അല്ലാഹു തആല ചെയ്തത് എന്താ? വഅല്ലമ ആദമൽ അസ്മാ. ആ വിഷയം തുടങ്ങുന്നത് അവിടെയാ. ആദമിന് അല്ലാഹു തആല അസ്മാവ് പഠിപ്പിച്ചിട്ടാണ് മലക്കുകളോട് പേര് പറയാൻ പറയുന്നത്. മലക്കുകളെ പഠിപ്പിച്ചു എന്ന് പറയുന്നില്ല. പഠിപ്പിച്ചവനോടല്ല ചോദിക്കുന്നത്, പഠിപ്പിക്കാത്തവനോടാ. ഇവിടെ ഒരു പക്ഷപാതിത്വമില്ലേ എന്ന് തോന്നുന്നു. മലക്കുകളോട് അല്ലാഹു തആല വസ്തുക്കളുടെ നാമം പറയാൻ പറയുമ്പോൾ അവർ പറയുന്നു, ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. നീ പഠിപ്പിച്ചതല്ലാതെ ഞങ്ങൾക്കറിയില്ലല്ലോ നാഥ. ഇന്നക അൻതൽ അലീമുൽ ഹകീം. ഖാല യാ ആദമു അംബിഉഹും ബിഅസ്മാഇഹിം. അല്ലാഹു തആല ആദമിനോട് പറഞ്ഞു വസ്തുക്കളുടെ നാമം അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഫലമ്മ അംബഅഹും ബിഅസ്മാഇഹിം. ആദം അലൈഹിസ്സലാം വസ്തുനാമം പറഞ്ഞപ്പോ അല്ലാഹു തആല വിജയഭാവത്തിൽ അള്ളാഹുവിന്റെ യഥാർത്ഥമായ വിജയം അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, അലം അഖുൽ ലക്കും ഇന്നി അഅലമു ഗൈബസ് സമാവാതി വൽ അർദി വഅഅലമു മാ തുബ്ദൂന വമാ തുക്തുമൂൻ. പ്രപഞ്ച രഹസ്യങ്ങളൊക്കെ എനിക്കറിയാമെന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? എന്നിട്ട് എന്താ സംഭവിച്ചത്? അല്ലാഹു തആല പറഞ്ഞു, വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദം. ആദമിന് മുമ്പിൽ സാഷ്ടാംഗം നമിക്കുക, സുജൂദ് ചെയ്യുക. ആദം അലൈഹിസ്സലാം എന്തേ ഇവിടെ സുജൂദിന് അർഹനായത്? വസ്തുക്കളുടെ നാമം മലക്കുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തതുകൊണ്ട്. ഈ സൃഷ്ടി ന്യായമാണെന്ന് മാത്രമല്ല ആദരണീയമാണെന്ന് കൂടി അല്ലാഹു തആല ബോധ്യപ്പെടുത്തുന്നത് എഡ്യൂക്കേഷൻ എന്ന ഈ പ്രോസസ്സിലൂടെയാണ്. എന്റെ ആദമിന്റെ മുമ്പിൽ മലക്കുകൾ സുജൂദ് ചെയ്യേണ്ടി വന്നത്? മലക്കുകൾ വിവരമില്ലാത്തവരാണോ? മലക്കുകൾക്ക് വിവരമുണ്ട്, നോളജ്. വിവരമാണെങ്കിൽ മലക്കുകൾക്കുണ്ട്, പക്ഷെ വിദ്യാഭ്യാസമില്ല. എന്താണ് ഇവിടെ സംഭവിച്ചത്? മലക്കുകളെ അല്ലാഹു തആല പഠിപ്പിച്ചില്ല. കാരണം പഠിപ്പിക്കുക, പഠിച്ചെടുക്കുക, ക്രമേണ ക്രമപ്രവൃദ്ധമായി അറിവുകൾ നേടി അതിനെ പുതിയ തലങ്ങളിൽ എത്തിക്കുക എന്നതൊന്നും മലക്കുകളുടെ അജണ്ടയിലില്ല. അവർക്ക് ഒരുപാട് വിദ്യ ഉണ്ടാവാം, പക്ഷെ അഭ്യാസമില്ല. മലക്കുകളുടെ അറിവ് ചിലപ്പോ മനുഷ്യരുടെ മൊത്തം ഖിയാമത്ത് നാൾ വരെ ലഭിക്കുന്ന അറിവിനേക്കാൾ കൂടുതലായിരിക്കാം, പ്രവാചകന്മാരെ ഒഴിവാക്കിയാൽ. പക്ഷേ അതൊന്നും ക്രമപ്രവൃദ്ധമായി വർദ്ധിപ്പിക്കപ്പെടുന്ന ഒരു, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു കണ്ടിന്യൂസ് പ്രോസസിന്റെ ഭാഗമല്ല. അത്തരമൊരു സൃഷ്ടിയെ അള്ളാഹുവിന് ആവശ്യമുണ്ടായിരുന്നു. ആ ഒരു സൃഷ്ടിയുടെ ആവശ്യമാണ് മനുഷ്യരായ നമ്മളെയൊക്കെ പടക്കുന്നതിലൂടെ അള്ളാഹു തആല നിർവഹിച്ചത്. എന്താണ് ഈ വ്യത്യാസം? ഞാൻ പറഞ്ഞു, മലക്കുകൾ അള്ളാഹുവിനെ എപ്പോഴും സദാ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നവരാ. സുബ്ഹാനക. കണ്ടില്ല, ഇവരുടെ ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ മുമ്പിൽ പോലും അവരാദ്യം പറയുന്നത് എന്താ? സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. യുസബ്ബിഹൂന അൽ-ലൈല വൻ-നഹാറ ലാ യഫ്തുറൂൻ. മലക്കുകളെ പറ്റി അല്ലാഹു തആല പറഞ്ഞു സൂറത്തുൽ അംബിയായിലെ. ഇടതടവില്ലാതെ അവർ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കും, അള്ളാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തിക്കൊണ്ടിരിക്കും, ഒരിക്കലും ക്ഷീണിക്കാതെ തളരാതെ. അള്ളാഹുവിന്റെ മഹത്വം വാഴ്ത്തുക എന്നത് മാത്രമാണ് അള്ളാഹുവിന് ആവശ്യമുണ്ടായിരുന്നെങ്കിൽ മലക്ക് എന്ന സൃഷ്ടി തന്നെ മതിയായിരുന്നു. കാരണം അവരോളം ആ പ്രവൃത്തി ചെയ്യാൻ മനുഷ്യനാവില്ല. മെഹ്റാജിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടില്ലേ, ആകാശ ലോകങ്ങൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. ഇല്ലാ വമലക്കുൻ സാജിദുൻ ഔ റാക്കി. സുജൂദിലും റുക്കൂയിലും ഖിയാമിലും ഒക്കെയായി മലക്കുകളാണ്. അവരുടെ സുജൂദിൽ നിന്ന് അവർ എഴുന്നേൽക്കുന്നില്ല. റുക്കൂയിലെ മലക്ക് റുക്കൂയിൽ തന്നെയാ. നിരന്തരമായി അവര് അള്ളാഹുവിന്റെ മഹത്വം വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. കേവലമായ പ്രകീർത്തനങ്ങൾ മാത്രമല്ല മനുഷ്യരെ കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത്. അതിനാണെങ്കിൽ മലക്കുകൾ ധാരാളമാണ്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താ? സുബ്ഹാനക കൊണ്ടാണ് മലക്കുകൾ തുടങ്ങുന്നതെങ്കിൽ മനുഷ്യൻ വേറെ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. സൂറത്ത് ആല ഇംറാനിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ആകാശഭൂമികളുടെ സൃഷ്ടിയിൽ രാപ്പകലുകൾ മാറി മാറി വരുന്നതിന് ഇതിലൊക്കെയും ലആയാതിൻ ലിഉലിൽ അൽബാബ്, ശരിയായ അകക്കാഴ്ചയുള്ള ശരിയായ ബോധമുള്ള ആളുകൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല ശരിയായ ബോധമുള്ളവരെ, അറിവിന്റെ യഥാർത്ഥമായ അകക്കാമ്പ് കണ്ടെത്തിയവരെ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നു. അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. നിന്നും ഇരുന്നും കിടന്നും എല്ലാ അവസ്ഥയിലും അല്ലാഹുവിന്റെ ദിക്റിൽ, അല്ലാഹുവിന്റെ സ്മരണയിൽ മുഴുകിയ ആളുകൾ.
നിന്നും ഇരുന്നും കിടന്നും അള്ളാഹുവിനെ ദിക്ർ ചൊല്ലുന്നവരെന്ന് പറഞ്ഞ എപ്പോഴും ദിക്ർ ചൊല്ലുന്നവർ അവരുടെ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ ഏതവസ്ഥകളിലാണെങ്കിലും, അല്ലാതെ ദിക്ർ ചെല്ലാനായിട്ട് കുറെ നിൽക്കുകയും കുറെ ഇരിക്കും കുറെ കിടക്കുകയല്ല, ഏതൊരവസ്ഥയിലൂടെ അവർ കടന്നു പോകുമ്പോഴും അള്ളാഹുവിന്റെ സ്മരണ അവരുടെ മനസ്സിലുണ്ട്. അള്ളാഹുവിനെ നിരന്തരമായി അവർ സ്മരിക്കുമ്പോഴും വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, അതുകൊണ്ട് അവസാനിക്കുന്നില്ല. ഇവിടെയാണ് മലക്കും മനുഷ്യനും വേർപിരിയുന്നത്. നിന്നും ഇരുന്നും കിടന്നും ദിക്ർ ചൊല്ലുക എന്നത് മനുഷ്യൻ എത്ര തന്നെ ചെയ്താലും ഞാൻ നേരത്തെ പറഞ്ഞ മലക്കുകളോടെ എത്താനാവില്ല. ലാ യഫ്തുറൂൻ എന്ന് പറഞ്ഞെടുത്തെത്തില്ല. കാരണം മനുഷ്യൻ ക്ഷീണിക്കും. മനുഷ്യൻ അവന്റെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്, ഭക്ഷണം കഴിക്കേണ്ടതുണ്ട്, മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, ദിക്റിന് പറ്റാത്ത സ്ഥലങ്ങളിൽ മനുഷ്യന് പോകേണ്ടതുണ്ട്, മലമൂത്ര വിസർജനം നിർവഹിക്കേണ്ടതുണ്ട്. ലാ യഫ്തുറൂൻ, നിരന്തരമായ ഒരു ദിക്ർ മനുഷ്യനാവില്ല. പക്ഷെ എന്നിട്ടും ആ മലക്കിനേക്കാൾ, ക്ഷീണിക്കാതെ ദിക്ർ ചൊല്ലുന്ന മലക്കിനേക്കാൾ മനുഷ്യൻ യോഗ്യനാകുന്നത് എവിടെയാണ്? വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിയെപ്പറ്റി അവർ ചിന്തിക്കുന്നു. ആ ചിന്ത അവരുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു ബോധമാണ് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലൻ സുബ്ഹാനക്, പടച്ചവനെ നീ ഈ ആകാശവും ഈ ഭൂമിയും ഈ വിശാലമായ പ്രപഞ്ചം, ഈ അണ്ടകടാഹങ്ങളൊന്നും നീ വെറുതെ പടച്ചതല്ല. സുബ്ഹാനക്, അവിടെ ഒരു സുബ്ഹാനക്. ഈ സീക്വൻസ് നിങ്ങൾ ശ്രദ്ധിച്ചു. മലക്കുകളുടെ സുബ്ഹാനക് തുടക്കത്തില, സുബ്ഹാനക ലാ ഇൽമ ലനാ, പഠിച്ചു പറയുന്ന സുബ്ഹാനക്കല്ലത്. ഏതൊന്നിനു വേണ്ടി തങ്ങൾ സൃഷ്ടിക്കപ്പെട്ടുവോ ആ സൃഷ്ടിയുടെ താൽപര്യം നിർവഹിച്ചുകൊണ്ട് അവരെ അല്ലാഹു തആല തസ്ബീഹിന് വേണ്ടി പടച്ചതാ, അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലൻ സുബ്ഹാനക, ഈ പ്രപഞ്ച സൃഷ്ടി വെറുതെയല്ല എന്ന ബോധ്യത്തിൽ നിന്ന്, ആകാശഭൂമികളുടെ സൃഷ്ടിയുടെ കൗതുകവും അതിന്റെ വൈപുല്യവും ഇതൊക്കെ ബോധ്യപ്പെട്ടതിൽ നിന്നും, മനസ്സിന്റെ ബോധ്യത്തിൽ നിന്ന് അറിയാതെ വരുന്ന ഒരു ഉൾവിളിയാണ് ഈ സുബ്ഹാനക. പടച്ചവനെ, ഈ മഹാപ്രപഞ്ചം ഇത്രമേൽ വ്യവസ്ഥാപിതമായി മുന്നോട്ടു പോകുന്ന ഈ മഹാപ്രപഞ്ചം, ഇത് നീ വെറുതെ പടച്ചതല്ലല്ലോ റബ്ബേ എന്നതിൽ നിന്ന്, മനസ്സിന്റെ ബോധ്യത്തിൽ നിന്നുള്ള ഒരു ഉൾവിളിയുടെ വിളിയാണ് സുബ്ഹാനക. ആ സുബ്ഹാനക്കയാണ് നമ്മളിൽ നിന്ന് മനുഷ്യൻ ആവശ്യപ്പെടുന്നത്, അള്ളാഹു ആവശ്യപ്പെടുന്നത്. മനുഷ്യരിൽ നിന്ന് അള്ളാഹു ഇതാണ് ആവശ്യപ്പെടുന്നത്, അറിഞ്ഞു അള്ളാഹുവിനെ ആരാധിക്കുക. അതുകൊണ്ടാണ് സൃഷ്ടിയുടെ താല്പര്യം എന്താണെന്ന് സൂറത്തു ദാരിയാത്തിൽ അല്ലാഹു പറയുമ്പോൾ വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്ന് ഇൻസിനെ ഞാൻ പടച്ചത് ഇല്ലാ ലിയഅ്ബുദൂൻ, എനിക്ക് ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന പ്രസിദ്ധമായ ഖുർആന്റെ തഫ്സീറിൽ മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞത് ഇല്ലാ ലിയഅരിഫൂൻ, അവരെന്നെ അറിയാൻ വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ ആരാധനയുടെ താല്പര്യം മഅരിഫത്താണ്, അള്ളാഹുവിനെ അറിയലാണ്. അറിയണമെങ്കിൽ മനുഷ്യൻ അവന് നൽകിയ ഈ സംവിധാനങ്ങളിലൂടെ ക്രമപ്രവൃത്തമായി അവന്റെ അറിവുകളെ വികസിപ്പിച്ചെടുത്ത് ആ അറിവുകൾ തന്റെ സൃഷ്ടാവിനെ അറിയുന്നതിലേക്ക് കൊണ്ടുചെന്നെത്തിക്കണം. ഇവിടെയാണ് വിദ്യാഭ്യാസങ്ങൾ ഈ ഭൗതിക ലോകത്തിന് വേണ്ടി പരിമിതപ്പെടുത്തപ്പെടേണ്ടതല്ല എന്ന് നാം തിരിച്ചറിയുന്നത്. വിദ്യാഭ്യാസം എവിടെ തുടങ്ങുന്നു? തുടങ്ങിയത് വഅല്ലമ ആദമൽ അസ്മാ, ഏദൻ തോട്ടത്തിലാണ് ഇത് തുടങ്ങിയത്. ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, ഈ മനോഹരമായ ഉദ്യാനങ്ങളിൽ ആദ്യ മനുഷ്യനെ അല്ലാഹു തആല പടക്കുമ്പോൾ അവിടെയും നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കണം, ഇത് മനുഷ്യന്റെ ഭൗതിക ശരീരത്തിന്റെ സൃഷ്ടിയാണ്. പക്ഷെ ഈ ഭൗതിക ശരീരം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ മറ്റൊരു സൃഷ്ടി ഇവിടെയുണ്ട്. മനുഷ്യൻ ആദരണീയമായത് എപ്പോഴാ? അല്ലാഹു തആല മനുഷ്യന്റെ ഭൗതിക ശരീരത്തെ സൃഷ്ടിക്കപ്പെട്ടപ്പോ മലക്കിനോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. എപ്പോഴാ പറഞ്ഞത്? അല്ലാഹു തആല മനുഷ്യനെ രൂപപ്പെടുത്തി, ഫൈദാ സവൈതുഹു വനഫഖ്തു ഫീഹി മിർ റൂഹി ഫഖഉ ലഹു സാജിദീൻ, ഞാൻ പ്രത്യേകമായി നൽകുന്ന എന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ആത്മാവിനെ, റൂഹിനെ അതിൽ നിവേശിപ്പിക്കുമ്പോൾ അപ്പോഴാണ് മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞത്. ഈ ഭൗതിക കളിമണ്ണ് കൊണ്ട് പടക്കപ്പെട്ട ഭൗതിക ശരീരത്തിൽ റൂഹ് നിവേശിപ്പിക്കപ്പെടുമ്പോഴാണ് ഇത് ആദരണീയമായത്. അതുകൊണ്ട് റൂഹ് നേരത്തെ അവിടെ റെഡിയാണ്.
ശരീരം പടക്കുന്നതിന് മുമ്പ് ഈ റൂഹുണ്ട്. ഈ റൂഹിനെ പറ്റി നമ്മൾ ആലോചിക്കുക. ഈ റൂഹിനോടോ വഇദ് അഖദല്ലാഹു മീസാഖ, അല്ലാഹു തആല റൂഹിനോടൊരു മീസാഖ്, വഇദ് അഖദ്നാ മിൻ ബനി ആദമ മിൻ ളുഹൂരിഹിം ദുർരിയ്യതഹും, ബനു ആദമിന്റെ മുതുകിൽ നിന്ന് അവരുടെ സന്തതികളെ മുഴുവൻ പുറത്തെടുത്തുകൊണ്ട് അല്ലാഹു തആല ഒരു മീസാഖ് നടത്തുന്ന ചരിത്രവും ഖുർആൻ പറയുന്നുണ്ട്. എന്താ അവിടെ? അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ എന്ന ചോദ്യം. ഖാലൂ ബല, നമ്മളൊക്കെയും. ബനു ആദം പറഞ്ഞു ബല, അതെ. ഖാലു എന്നാണ്, പറഞ്ഞു, വാക്കാണിത്. മനുഷ്യൻ അല്ലാഹുവോട് ഏറ്റുപറയുകയാണ്, ബല, നീ തന്നെയാണ് ഞങ്ങളുടെ റബ്ബ്. ഇവിടെ നേരത്തെ റൂഹിനോടൊരു അള്ളാഹുവിന്റെ ഒരു സംവാദമുണ്ട്, അല്ലെങ്കിൽ ഒരു സംസാരമുണ്ട്, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ. അവിടെ അവർ പറയാണ് ഖാലു, ഇതൊരു വചനമാണ്. അതുകൊണ്ട് തന്നെ സംസാരിക്കാനുള്ള ഈ ശേഷി, അർത്ഥപൂർണമായി സംസാരിക്കാനുള്ള ഈ ശേഷിയാണ് മനുഷ്യ ആത്മാവിന്റെ പ്രത്യേകത. അതിനെയാണ് ഈ ഭൗതിക ശരീരത്തിലേക്ക് നിവേശിപ്പിക്കപ്പെട്ടത്. അപ്പോഴാണ് ആ ശരീരത്തിന് തഅലീം അല്ലെങ്കിൽ ടീച്ചിങ് സാധ്യമായത്. അതിനെയാണ് അല്ലാഹു തആല വിദ്യാഭ്യാസപരമായി വളർത്തിയെടുക്കുന്നത്. ഇനി നമ്മൾ ലോകത്തെ അവസാനത്തെ സന്ദേശത്തിലെ ആദ്യ വചനത്തിലേക്ക് കടന്നു പോകുക. നമുക്കറിയാമല്ലോ, ലോകത്തെ അവസാനത്തെ ദ ലാസ്റ്റ് മെസ്സേജ് ഖുർആൻ ശരീഫ്. ഖുർആൻ ശരീഫിലെ ആദ്യത്തെ വചനം എന്താ? The first word uttered by Angel Jibreel alayhisalam. ഹിറാ ഗുഹയിൽ എന്താ ആദ്യമായി മുഴങ്ങിയ ശബ്ദം? ഇഖ്റ, വായിക്കുക. വായിക്കുക എന്ന അക്ഷരങ്ങളാണ് ഈ വിശുദ്ധമായ ഗ്രന്ഥത്തിന്റെ ഒന്നാമത്തെ അക്ഷരങ്ങളെങ്കിൽ എങ്ങനെ വായിക്കണം? ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ വായിക്കണം. ഇവിടെ നമ്മളെന്താ കാണുന്നത്? ഇഖ്റ, വായിക്കുക, റീഡ്, റിസൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വായിക്കുക. വായിക്കുക എന്നത് നേരത്തെ ആദമിന് പഠിപ്പിച്ച അസ്മാവുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് ഈ വസ്തുനാമം പഠിപ്പിച്ചു എന്നതിന്റെ പ്രത്യേകത? ആദം അലൈഹിസ്സലാമിന് അല്ലാഹു തആല വസ്തുനാമം പഠിപ്പിച്ചു. അല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ. യഥാർത്ഥത്തിൽ ഇവിടുത്തെ എല്ലാ അറിവിനെയും നമുക്ക് സംക്ഷേപിക്കാവുന്നത് വസ്തുനാമങ്ങളിലാണ്. ഒരു വസ്തുവിന്റെ പേര് നമ്മൾ പറയുമ്പോൾ അത് കേവലം ഒരു സൗണ്ടാണ്, ഒരു ശബ്ദമാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ ടാഗോർ ഹാൾ എന്ന് പറയുന്നു, അതൊരു ശബ്ദമാണ്. പക്ഷെ അത് പറയുമ്പോൾ, ടൗൺ ഹാൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ടൗൺ ഹാൾ ഉണ്ട്. ഹിമാലയ മൗണ്ടൈൻസിനെ പറ്റി ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയാണ്, അല്ലെങ്കിൽ ആമസോൺ കാടുകളെ പറ്റി പറയാണ്, ചാലിയാർ നദിയെ പറ്റി പറയാണ്. വ്യത്യസ്തമായ സ്ഥലങ്ങളിലേക്കൊക്കെ നിങ്ങൾ കടന്നുപോയി. ഈ ഒരു സൗണ്ടിന് അത് ഡിനോട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് സിമ്പിളായി നിൽക്കുന്നത് എന്തിനാണോ അതിനെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നില്ലെങ്കിലുള്ള ഒരവസ്ഥ നമ്മൾ ചിന്തിക്കുക. ഉദാഹരണത്തിന് ഹിമാലയം എന്ന് പറയുമ്പോൾ അതിന് നിങ്ങൾക്ക് പ്രത്യേക ഒരു അർത്ഥം ലഭിക്കുന്നില്ല. എവറസ്റ്റ് കൊടുമുടി എന്ന് പറയുമ്പോൾ നമുക്ക് എവറസ്റ്റിനെ പറ്റി ചർച്ച ചെയ്യണം. എന്താ നമ്മൾ ചെയ്യും? പിന്നെ എല്ലാവരും കൂടി എവറസ്റ്റിലേക്ക് പോകേണ്ടി വരും. എവറസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ, എന്റെ മനസ്സിൽ എവറസ്റ്റ് ഉണ്ടാവുന്നില്ലെങ്കിൽ നമുക്ക് പിന്നെ ചെയ്യാനുള്ളത് എവറസ്റ്റ് കൊടുമുടി വരെ യാത്ര ചെയ്യണം. അറിവുകൾ സത്യത്തിൽ ഈ വസ്തുനാമങ്ങളാണ്. ശാസ്ത്രീയമായി പറയുമ്പോൾ നമ്മൾ ശാസ്ത്രനാമം എന്ന് പറയല്ലേ? പ്ലാവിനും അല്ലെങ്കിൽ മൂച്ചിക്കും മാങ്ങക്കും അല്ലെങ്കിൽ അതുപോലുള്ള പറകിമാവിനും ഒക്കെ അതിൻ്റെതായ പേരുകളുണ്ട്, ശാസ്ത്രീയ നാമങ്ങളുണ്ട്. ഭാഷ ഏതാണെങ്കിലും ഈ നാമങ്ങളാണ് ആ വസ്തുക്കളെ വേർതിരിച്ചു നിർത്തുന്നത്. ഇതിലൂടെയാണ് ലോകത്തെ അറിവുകൾ നിലനിൽക്കുന്നത്. നാമങ്ങൾ വസ്തുക്കളെ സൂചിപ്പിക്കാനില്ലായിരുന്നുവെങ്കിൽ അത്തരമൊരു ലോകമെന്നത് തികച്ചും മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന ലോകമാകുമായിരുന്നില്ല. അതുകൊണ്ട് മനുഷ്യന്റെ ഒരു പ്രത്യേകത, അല്ലാഹു തആല മനുഷ്യ സൃഷ്ടിയെ സാധ്യമാക്കിയത് ഈ വസ്തുക്കളുടെ നാമങ്ങളിലൂടെ വസ്തുവിനെ പരിചയപ്പെടാനുള്ള ഈ സവിശേഷമായ കഴിവാണ്. ഇതൊക്കെ തന്നെയാണ് നമ്മൾ മനുഷ്യന്റെ നിർവചനത്തിൽ മാൻ ഈസ് എ റാഷണൽ ആനിമൽ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ അൽ ഇൻസാനു ഹയവാനുൻ നാത്തിഖ്, സംസാരിക്കുന്ന ജീവി എന്ന് പറഞ്ഞിട്ട് തത്ത മനുഷ്യനാവുന്നില്ല. സവിശേഷമായ അർത്ഥം ദ്യോതിപ്പിക്കുന്ന, ശരിയായ അർത്ഥത്തോടെ സംസാരിക്കാൻ കഴിയുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ്. അപ്പൊ ഇവിടെ വസ്തുനാമമുണ്ട്.
റബ്ബാണെന്ന് അംഗീകരിച്ച ഒരു റബ്ബുണ്ട്. വായിക്കുക, ശബ്ദിക്കുക, ഉച്ചരിക്കുക എന്നൊരു രീതിയുണ്ട്. ഇത് മൂന്നുമാണ് ഇഖ്റ ബിസ്മി റബ്ബിക്, ഖിറാഅത്തും ഇസ്മും റബ്ബും. ഇതാണ് മനുഷ്യന്റെ ആകത്തുക. ഇവിടെയാണ് മനുഷ്യൻ മനുഷ്യനാവുന്നത്. അതുകൊണ്ട് ആദ്യത്തെ അനുഭവമായി അതുണ്ടായത്. അവിടെ നിന്നാണ് മനുഷ്യൻ നന്നായിത്തീരുന്നത്. അറിവുണ്ടായാൽ, വിദ്യാഭ്യാസമുണ്ടായാൽ എന്താ കാര്യം? മനുഷ്യൻ മനുഷ്യനാവും. മാനിഷാദ പ്രതിഷ്ഠാം ത്വമ ഗമാശാശ്വതി സമായത്രൗജ മിഥുനാദേകം അവധി കാമമോഹിതം എന്ന ആദികവിയുടെ ആദ്യ ശ്ലോകവും ശോകവുമാണത്. അരുത് കാട്ടാള എന്ന്. അരുത് കാട്ടാള എന്ന് പറഞ്ഞത് കൊണ്ടൊരു കാട്ടാളൻ ഇല്ലാതിരിക്കില്ല. കാട്ടാളനല്ലെങ്കിലും അരുതെന്നോ ആവാമെന്നോ ആരില്ലെന്നോ കേൾക്കാനൊന്നും തയ്യാറുള്ളവനല്ലല്ലോ കാട്ടാളൻ. വ്യാപന്നമേ ഹനനമാം വന വേടനുണ്ടോ, വ്യാപാരമേ ഹനനമാം വന വേടനുണ്ടോ, വ്യാപന്നമായി കഴുകനെന്നു കപോതമെന്നും എന്ന് കുമാരനാശാൻ ചോദിക്കുന്നത് പോലെ ഒരു കാട്ടാളന് കാഞ്ചി വലിക്കലോ അല്ലെങ്കിൽ അമ്പയ്യലോ പണിയായ കാട്ടാളന് മാടപ്രാവിനെയാണോ കൊന്നത് അതല്ല കഴുകനെയാ കൊന്നത് എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് കാട്ടാളനോട് അരുതി എന്ന് പറയുന്നതിന് മുമ്പ് ഇസ്ലാം എന്താ ചെയ്തത്? ഇഖ്റ ബിസ്മി, അക്ഷരങ്ങളിലൂടെ കാട്ടാളത്വത്തെ നശിപ്പിക്കുക, മനുഷ്യനെ മനുഷ്യനാക്കുക. അക്ഷരമെന്തെന്നു ചാത്തേൻ അറിവിയില യക്ഷിയും പേയും ഇർവർക്കു ദൈവമെന്ന ദുരവസ്ഥയിലും ആശാൻ പറയുന്നുണ്ട്. അക്ഷരമറിയാത്ത ചാത്തനാണ് യക്ഷിയും പേയും ഒക്കെ ദൈവമാകുന്നത്. അതേസമയത്ത് ഖുർആൻ എന്താ പറഞ്ഞത്? വമാ കാന ലിബശരിൻ അൻ യൂതിയഹുല്ലാഹു, അല്ലാഹു തആല കിതാബും ഹിക്മത്തും നുബുവത്തും നൽകിയ ഒരു മനുഷ്യനും സുമ്മ യഖൂല ലിന്നാസി കൂനു ഇബാദൻ ലി, എന്റെ അടിമകളാകണം, എന്നെ ആരാധിക്കണമെന്ന് പറയാൻ അവർക്കാവില്ല. മറിച്ച് വലാകിൻ കൂനു റബ്ബാനിയീന ബിമാ കുൻതും തുഅല്ലിമൂനൽ കിതാബ വബിമാ കുൻതും തദ്റുസൂൻ. കൂനു റബ്ബാനിയീൻ, നിങ്ങൾ റബ്ബിന്റെ ആളുകളാവണം, റബ്ബിനെ ആരാധിക്കുന്നവരാവണം. നിങ്ങൾ യജമാനൻ, ബി യുവർ മാസ്റ്റേഴ്സ്. നിങ്ങളുടെ മാസ്റ്റേഴ്സാണ്, നിങ്ങളുടെ യജമാന്മാർ നിങ്ങൾ തന്നെയാണ്. കാരണം നിങ്ങൾക്ക് മറ്റൊരു സൃഷ്ടിയുടെ മുമ്പിൽ കുമ്പിടേണ്ടതില്ല. നിങ്ങൾക്കെന്താ? ഒരല്ലാഹുവിനെ മാത്രം അനുസരിച്ചാൽ മതി. റബ്ബിന്റെ ആളുകളായി നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും. എന്തുകൊണ്ട്? ബിമാ കുൻതും തുഅല്ലിമൂനൽ കിതാബ വബിമാ കുൻതും തദ്റുസൂൻ. നിങ്ങൾ കിതാബ് പഠിപ്പിക്കുന്നു, നിങ്ങൾ കിതാബ് പഠിക്കുന്നു. അറിവെന്തിനാ? മനുഷ്യന്റെ മോചനത്തിന്. ഒരുപാട് ദൈവങ്ങളിൽ നിന്നും, കൽപ്പിതമായ ആൾ ദൈവങ്ങളിൽ നിന്നും മോചനം നേടാനാണ് മനുഷ്യൻ അറിവ്. പക്ഷെ ഈ അറിവിന്റെ അന്ത്യം എന്താണ്? ഏതാണ് അറിവിന്റെ അവസാനം? ഞാൻ പറഞ്ഞല്ലോ, ഏദൻ തോട്ടത്തിൽ നിന്ന് തുടങ്ങി ഈ അറിവ്. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പൂർത്തീകരിക്കപ്പെടേണ്ട ഒരു ദൗത്യമല്ല, തുടരേണ്ട ഒരു പ്രോസസ്സായതുകൊണ്ട് തന്നെ അറിവിനൊരു അവസാനമില്ല. എവിടെ അറിവ് അവസാനിക്കുന്നത്? ഈ അറിവുകൾ ചെന്നെത്തുന്നത് എവിടെയാ? സുബ്ഹാനക എന്ന് മനുഷ്യൻ പറയുന്ന സുബ്ഹാനകയിൽ പിന്നെയുള്ളതെന്താ? റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തിലൻ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. പടച്ചവനെ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം. മനുഷ്യന്റെ എല്ലാ അർത്ഥത്തിനുമുള്ള മോചനത്തിനാണ് വിദ്യാഭ്യാസം. ഭൗതികമായ അടിമച്ചങ്ങലകളിൽ നിന്ന് മോചനം നേടണം, ഒപ്പം നരകത്തിന്റെ അഗ്നിയിൽ നിന്നും മോചനം നേടണം. അവസാനിക്കാത്ത ഒരു പ്രോസസ്സെന്ന് ഞാൻ പറഞ്ഞത്, രണ്ടു കേന്ദ്രങ്ങളാണ് നമുക്ക് മരണശേഷമുള്ളത്. രണ്ടു കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് അല്ലാഹു തആല പറഞ്ഞു നരകം. നരകത്തിന്റെ സ്ഥിതി എന്താ? യൗമ നഖൂലു ലിജഹന്നമ ഹലിൻ തലത് വതഖൂലു ഹൽ മിൻ മസീദ്. നരകത്തോട് നാം ചോദിക്കും ഹലിം തലഇത്തി, അല്ലാഹു തആല ചോദിക്കും നിറഞ്ഞുവോ നരകമേ. വതഖൂലു, നരകം തിരിച്ചു ചോദിക്കുന്നത് എന്താ? ഹൽ മിൻ മസീദ്, ഹൽ മിൻ മസീദ്, ഇനിയുമുണ്ടോ, ഇനിയുമുണ്ടോ എന്ന് നരകം തിരിച്ചു ചോദിക്കുക. നരകത്തിന് ഒരിക്കലും മതി വരില്ല. മറിച്ച് സ്വർഗത്തെപ്പറ്റി അല്ലാഹു തആല പറഞ്ഞതെന്താ? ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്. സ്വർഗത്തിൽ അവർ ഉദ്ദേശിക്കുന്നതൊക്കെയുണ്ട്. വലദൈനാ മസീദ്, നമ്മുടെ അടുക്കൽ പിന്നെയും വർധനവുണ്ട്. സ്വർഗമാണ് ഒരിക്കലും അവസാനിക്കാത്ത വർധനവിന്റെ കേന്ദ്രം. കാരണം ഈ പ്രോസസ് അവസാനിക്കുന്നില്ല. സ്വർഗത്തിലൊരു മനുഷ്യന്റെ, ഈ മസീദിനെ പറ്റി തഫ്സീറുകൾ പറയുന്നത് അല്ലാഹുവിന്റെ റുയത്ത് ലിഖാ ആണ്. റബ്ബിനെ കണ്ടുമുട്ടുന്ന ഓരോ സമയത്തും
മനുഷ്യന് പുതിയ പുതിയ അറിവുകളുടെ തീരാത്ത പുതിയ ലോകങ്ങൾ അവന്റെ മുമ്പിൽ തുറക്കപ്പെടുക. അതുകൊണ്ട് അറിവ് എന്നത് ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല. ഒരു ഇക്വേഷൻ പറഞ്ഞാൽ നമ്മുടെ അറിവിന്റെ ആരം എത്ര കണ്ട് വർദ്ധിക്കുന്നുവോ അത്ര കണ്ട് അറിവില്ലായ്മയുടെ വ്യാസം വർദ്ധിക്കുകയാണ്. അറിവിന്റെ ആരം വർദ്ധിക്കുന്നതിന് അത്രയും വ്യാസം അതിവിപുലമായ അറിവില്ലായ്മയാണ് അത് ഈ ലോകത്ത്. പക്ഷെ അറിവില്ലായ്മ എവിടെ കൊണ്ടുപോയി വെക്കും നമ്മൾ? സുമ്മ യുനബ്ബിഉഹും, ആഖിറത്തിലെത്തുമ്പോൾ എല്ലാ അറിവില്ലായ്മകളും, കാരണം അത് പ്രകാശത്തിന്റെ ലോകം, അവിടെ ഇരുളില്ല. ഈ ഇരുളുകളൊക്കെ നീങ്ങി യഥാർത്ഥ പ്രകാശത്തിലെല്ലാം കാണുമാറ് എല്ലാ അറിവുകളും ആർജിതമാകുന്ന ആഖിറത്തിൽ മാത്രമേ മനുഷ്യന്റെ അറിവിന്റെ തൃഷ്ണ അവസാനിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസം ഈ കേവലമായ ഭൗതിക താല്പര്യത്തിന് വേണ്ടിയാവരുത്. ഇതിനപ്പുറത്ത് ഇവിടെയുള്ള വിമോചനത്തിന് വേണ്ടിയാകുമ്പോൾ ഒപ്പം നരകത്തിൽ നിന്നും അറിവുകേടുണ്ടാക്കുന്ന പ്രയാസങ്ങളിൽ നിന്നുമുള്ള മോചനത്തിന് വേണ്ടിയാവണം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ചിന്തയുടെ അറിവിന്റെ പുതിയ വാതായനങ്ങൾ മലർക്കെ തുറന്നിട്ടും ട്രെൻഡ് കേരളയുടെ അക്കാദമിക് അസംബ്ലിയുടെ സായാഹ്നത്തെ ധന്യമാക്കിയ ഈ സംസാരത്തിന് ശേഷം ആദരണീയനായ എസ് വി മുഹമ്മദ് സാറാണ് ഈ സെഷൻ കൈകാര്യം ചെയ്യുന്നത്. അതിനുശേഷം PKC എളേറ്റിൽ ആൻഡ് പാർട്ടിയുടെയും അതുപോലെ തന്നെ സർഗലയ പ്രതിഭകളുടെയും കലാവിരുന്ന് കൂടി നമുക്ക് ആസ്വദിക്കാം. ഈ സെഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ആദരണീയനായ എസ് വി സാറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദനാ മുഹമ്മദ്. വേദിയിലെ ആദരണീയരായ സലാം ഫൈസി, പ്രിയപ്പെട്ട ഷാഹുൽ മാസ്റ്റർ, റഷീദ് വയനാട്, അവസാനം ഇതിനൊക്കെ വേണ്ടി കാത്തിരുന്ന പ്രിയപ്പെട്ട സഹോദരന്മാർ, സത്യത്തിൽ ഈ പരിപാടിയുടെ ഏറ്റവും ഒടുവിലായി ട്രെൻഡിൻ്റെ മോട്ടോ ഫ്രെയിം എന്നത് പ്രോഗ്രാമിൽ പ്രതിഷ്ഠിച്ച ആള് ഞാനാണ്. കാരണം എനിക്കറിയണമായിരുന്നു ഇതിൻ്റെ അവസാന നിമിഷം വരെ ഇരിക്കുന്ന ആളുകളോട് പറയേണ്ട കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തതും കൂടി ഉണ്ട്. നമ്മളീ പറയുന്ന പ്രവർത്തനങ്ങളൊക്കെ അത്യാവശ്യം സർഗഹൃദയമുള്ളവർക്കേ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് കലാനിശയെ കാത്തിരിക്കുന്നവരും കൂടി ആയാൽ അതിന് ഫിറ്റാവും. ആ നിലക്ക് ഈ ഇരിക്കുന്ന ചെറിയ വട്ടം നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ എന്തുകൊണ്ടും കാതും മനസ്സും ഉള്ളവരാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ ഞങ്ങളുടെ ഒരു പ്രത്യേകത, ഞങ്ങൾ ഈ സ്റ്റേജിൽ ഇരിക്കുന്നവർ അനുഭവിക്കുന്ന ഒരു പ്രത്യേകത, ഒരേ സമയത്ത് വിചാരണ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. 42ാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോഴെൻ്റെ ധൃതി അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കേണ്ട എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇനി എനിക്ക് എത്ര മിനിറ്റ് പറയാനും പ്രവർത്തിക്കാനും സാധിക്കും എന്നുള്ളതാണ്. ഈ 12 മിനിറ്റ് ഇവിടെ കാണിക്കുമ്പോൾ ഞാൻ കാണിക്കുന്ന ധൃതി അല്ലെങ്കിൽ സലാം ഫൈസി ഉസ്താദ് കാണിച്ച ധൃതി പോലെ എന്തോ ഒരു ധൃതി നമ്മൾ കൂട്ടേണ്ട സമയം പൊതുവെ ആയിട്ടുണ്ട് എന്ന് ചിന്തിക്കേണ്ട സമയം എനിക്കും നിങ്ങൾക്കൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചെയ്യേണ്ടത് എന്താണ്? KSSF നമ്മൾ ആലോചിക്കേണ്ടത്, സലാം ഫൈസിയെ പോലുള്ള സീനിയർ നേതാവിനെ ഇരുത്തിയിട്ടാണ് ഞാൻ പറയുന്നത്, തുടങ്ങുന്നത് SSFകാരുടെ പ്രശ്നത്തിൽ നിന്നാണ്. തുടങ്ങുന്നത് അവിടെ നിന്ന്, ജാമ്യയിൽ നിന്ന് തുടങ്ങി, നന്ദിയിൽ നിന്ന് തുടങ്ങി, കണ്ണൂരിലെ തളിപ്പറമ്പിൽ നിന്ന് തുടങ്ങി, എല്ലാം ഒന്നിച്ച് ഒരേ വികാരം, SSFന്റെ നെറികേട്. എന്നാൽ അത് അതേ അവസ്ഥയിൽ തന്നെ SSFനെ എതിർക്കാൻ വേണ്ടിയുള്ള ഒരു സംഘമായി നിന്നുപോയിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു അക്കാദമിക അസംബ്ലിയിൽ നമ്മൾ ചേരൂലായിരുന്നു. വാദിനൂർ സമ്മേളനം നടന്നു. സമ്മേളനത്തിൽ നമ്മുടെ ഫ്രെയിമിനെ മാറ്റി. ഫ്രെയിമിനെ കുറിച്ച് നമ്മളെല്ലാവരും നേരത്തെ മുതലേ പറയുന്നു. ആ ഫ്രെയിമിൽ നമ്മൾ പുതിയ അജണ്ടകളെ കൊണ്ടുവന്നു. അതിൽ വിദ്യാഭ്യാസം വന്നു, അതിൽ ദഅവത്ത് വന്നു, അത് ഫാമിലിയെ നവീകരിക്കുന്നതിനെക്കുറിച്ചുള്ള ചിന്തകൾ വന്നു. അത് നമ്മുടെ പദ്ധതികളെ ബഹുമുഖമായി മാറ്റുന്നതിൻ്റെ ചിന്തകൾ വാദിനൂർ സമ്മേളനമാണ് പ്രഖ്യാപിക്കുന്നത്. ആ സമ്മേളനവും കഴിഞ്ഞിട്ടാണ് വളാഞ്ചേരിയിലെ ഒരു ക്യാമ്പിൽ
വൈകുന്നതായിട്ട് ഇൻഷാല്ലാഹ് ബാക്കി കണ്ടിടുവാൻ കൊതി കൽബിൽ റസൂൽ അല്ലാഹു 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 യാ റസൂൽ ഹംദു സലാമും റസൂൽ കൽബിൽ മദീന ത്വയ്ബ റസൂൽ കണ്ടിടുവാൻ കൊതി കൽബിൽ റസൂൽ അല്ലാഹു അല്ലാഹു مولاي صل وسلم دائما ابدا على حبيبي الله الله يا رسول رحمة العالمين ആശയം കൊതിതാണമായി വിശലാകമായി ഞാൻ പാടി വിധി കൂട്ടിടും നിജല്ലാത ഉദവിയും നൽകിട ഖൈറുൽ വറ ത്വയ്ബ മദീനത്തെത്താനായി ഉമ്മതിയിൽ പ്രഖ്യാപിക്കുകയും അത് നമ്മൾ ഏറ്റെടുക്കുകയും അതൊരു കൊച്ചു കൊച്ചു പ്രവർത്തനങ്ങളായി മാറുകയും ഇന്ന് നമ്മളുടെയൊക്കെ മനസ്സിനെ സ്വാധീനിക്കുന്ന നിലക്ക് കേരളത്തിലെ അക്കാദമിക സമൂഹം ശ്രദ്ധിക്കുന്ന നിലയിലേക്ക് ഈ സിസ്റ്റം വളരുകയും ചെയ്തു. അൽഹംദുലില്ലാ. ഈ ഇരിക്കുന്ന ചെറിയ കൂട്ടമാണെങ്കിലും മനസ്സിൽ കരുത്തുള്ള എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഈ ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 4 മണിക്ക് ശേഷം ഇവിടെ നടന്ന 2 സെഷനുകളെ കൂട്ടി വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതിലൊന്ന് എഡിസൺ ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ട്രെയിനറുടെ കോലവും വരവും രീതിയും അദ്ദേഹത്തിന്റെ പ്രസന്റേഷനൊക്കെ കാണുമ്പോൾ അതിൽ 2 തരം ഫിൽട്ടറിങ്ങിന് സാധ്യതയുണ്ട്. ഒന്ന്, നിങ്ങൾ അദ്ദേഹം പറഞ്ഞ കണ്ടന്റിനെ മനോഹരമായി ഉൾക്കൊള്ളുന്നു. ചിന്തയെ, ബുദ്ധിയെ, എനർജിയെ ഉപയോഗിച്ച് ഒരു ലോകത്ത് ഒരാൾക്ക് എങ്ങനെ മാക്സിമം വളരാൻ പറ്റുമെന്ന് പറയുന്ന കണ്ടന്റിനെ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ തന്നെ അറിയാതെ സംഭവിക്കാൻ സാധ്യതയുള്ളത് നമ്മൾ മറ്റൊരു ഫിൽട്ടറിങ് അവിടെ നടത്താൻ സാധ്യതയുണ്ട്. എങ്ങനെ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ പോലെ ആകാം, ഒരു നല്ല വണ്ടി എടുത്തു വന്ന് നല്ല ട്രെയിനിങ്ങും ചെയ്ത് അത്യാവശ്യം ആളെടുത്ത് പേയ്മെന്റും വാങ്ങി പോകുന്ന ആളായി എങ്ങനെ മാറാം എന്ന് പറയുന്ന ഒരു ചിന്ത എങ്ങാനും എന്റെയും നിങ്ങളുടെയും മനസ്സിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ മഗ്‌രിബിന് ശേഷം സലാം ഫൈസിയെ കൊണ്ടുവന്നത്. ഇത് ബാലൻസ് ചെയ്തെടുക്കണം. വിദ്യാഭ്യാസം എന്ന് പറയുമ്പം പൈസ ഉണ്ടാക്കുക, ഡോക്ടറാകുക, എഞ്ചിനീയർ ആകുക എന്ന് പറഞ്ഞു കൊടുക്കാൻ പുറത്തും ആൾക്കാരുണ്ട്. ബാഗും തൂക്കിപ്പെട്ട് മഹല്ലുകളിലേക്കും മദ്രസയിലേക്കും സ്കൂളിലും പോയി എന്തിനാ കുഞ്ഞുങ്ങളെ പഠിക്കുന്നത്, പൈസ ഉണ്ടാക്കാൻ എന്ന് പറയുന്ന കരിയർ ഗൈഡുമാരിൽ നിന്ന് SKSSFന്റെ ട്രെൻഡ് മാറുന്നത് മോനെ അതിനുവേണ്ടി മാത്രമല്ല, മനുഷ്യനെ തിരിച്ചറിയാനാണ്, മനുഷ്യനെ നന്മ ചെയ്യാനാണ്. ആഖിറത്തിനെ ഓർമ്മിക്കുക എന്ന് പറയുന്ന പരമമായ ഒരു സത്യവും ഇതിൽ പ്രധാനമാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്പിരിറ്റ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് പകർന്നു കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ട്രെൻഡ് SKSSFന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കണം എന്ന് നമ്മൾ പറയുന്നത്. SKSSFന്റെ എല്ലാ ചോദനകളെയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പോകണമെന്ന് പറയുന്നത്. SKSSFന്റെ എല്ലാ പരിമിതികളിലും നിന്നുകൊണ്ട് ട്രെൻഡ് മുന്നോട്ട് പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തിനാ? ആ മനുഷ്യപ്പറ്റും ആ നന്മയും ആ ധർമ്മബോധവും പറഞ്ഞു കൊടുക്കാനാണ്. അതിൽ നിന്ന് ആർക്കെങ്കിലും പറ്റുന്നില്ലെങ്കിൽ അത് ട്രെൻഡിന്റെ ആളല്ല എന്നും അദ്ദേഹം ഒരു മികച്ച ട്രെയിനർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം, മികച്ച പ്രൊഫഷണൽ എന്ന നിലക്ക് വിളിക്കാം. അതുകൊണ്ട് തന്നെ പ്രൊഫഷണലിസം എന്ന് പറയുന്നത് സമയനിഷ്ഠ കൊണ്ടും ചിന്ത കൊണ്ടും ഉണർവ് കൊണ്ടും സ്കില്ലിനെ ഉണർത്തൽ കൊണ്ടും നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പം തന്നെ ഇതിന്റെ ഇപ്പുറത്ത് SKSSFന്റെ നേരത്തെ പറഞ്ഞ ആചാരപരമായ പാരമ്പര്യത്തിൽ ഊന്നിയിട്ടുള്ള ഒരു മനസ്സെങ്കിലും നമുക്ക് ഉണ്ടാകണം. എല്ലാം നമുക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരു മനസ്സെങ്കിലും നമുക്ക് ഉണ്ടായി വരുമ്പോൾ സത്യത്തിൽ ഒരു ജനറേഷന് ജീവൻ കൊടുക്കാൻ, അതാണ് സ്റ്റെപ്പിലൂടെയൊക്കെ നമ്മൾ കണ്ടത്. ഇടാതെ കഴിക്കുന്ന, തഹജ്ജുദ് നിസ്കരിക്കുന്ന കുഞ്ഞുങ്ങൾ, പല രീതിയിലും കടന്നു വന്ന കുട്ടികൾ നമ്മുടെ ഒരു ക്യാമ്പിന്റെ അകത്ത്, ഒരു കൂട്ടിന്റെ അകത്ത് മോൾഡ് ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ പ്രൊഫഷണലിസത്തിന്റെ ഭാഗമായിട്ടല്ല, മറിച്ച് SKSSF എന്ന് പറയുന്ന ചിറകിന്റെ ഉള്ളിലേക്ക് നമ്മളത് വലിച്ചു കൊണ്ടുവരുമ്പം കിട്ടുന്ന ഒരു നന്മയുടെ ഒരു ഉണർവിന്റെ ഭാഗമാണ്. ഇതാണ് നമ്മൾ താഴേക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്.
അതുകൊണ്ട് തന്നെ ഈ ഇരിക്കുന്ന ആളുകൾ ഒരു പ്രഭാഷണം കേൾക്കാനോ ആസ്വദിക്കാനോ വന്നവരല്ല. കാരണം നിങ്ങൾ അവസാനത്തെ ആളുകളാണ്. ചായക്കടയുടെ മുമ്പിൽ മൂർഖൻ പാമ്പ് വന്നപ്പോൾ ആളുകളൊക്കെ ഒത്തുകൂടി ബഹളം വെച്ചു, കൊല്ലണമെന്ന് പറഞ്ഞു, അഭിപ്രായം പറഞ്ഞു, ടോർച്ചെടുത്തു, മരത്തിന്റെ മുകളിൽ കയറി അവസാനം എല്ലാവരും കൂടി കൊന്നു. അതിൽ അറിയാണ്ടുണ്ടായ ലീഡറുണ്ട്, അഭിപ്രായം പറഞ്ഞവരുണ്ട്, തന്റെ ശരീരത്തിലേക്ക് പാമ്പ് പാഞ്ഞു വരരുതെന്ന് വിചാരിച്ച് ദൂരെ നിന്ന ആളുകളുണ്ട്. കൊന്നു കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തരായി പിരിഞ്ഞുപോയി. അവസാനം ബാക്കി മൂന്നാളുടെ ചിന്ത എന്താണ്? ഇതിനെ എങ്ങനെ കുഴിച്ചിടണം. അപ്പൊ കുഴിച്ചിടാൻ വേണ്ടി അവർ മൺവട്ടിയെടുത്തു, അതിനെ കുഴിച്ചിട്ടു. കുഴിച്ചിട്ട് കഴിഞ്ഞിട്ട് പിരിഞ്ഞു പോകുന്ന മൂന്നാളുകൾ ചായക്കടയിൽ നിന്ന് അവസാനത്തെ കട്ടൻ ചായ കുടിക്കുന്ന മൂന്നാളില്ലേ, ആ മൂന്നാളാണ് നിങ്ങൾ ഈ ഇരിക്കുന്ന ഒരു പ്രതീകം. അതുകൊണ്ട് നിങ്ങളെ നമുക്ക് വേണം, നിങ്ങൾ ഇനി ചിലപ്പോൾ ഇവിടുന്ന് പോകില്ല, ഇത് കഴിഞ്ഞാലും പോകില്ല, നിങ്ങൾ മതി. ഞാൻ നേരത്തെ റഷീദിനോട് പറഞ്ഞു, കൊടിയൂറ സദസ്സിൽ ഇരിക്കുന്നുണ്ട്, നമുക്ക് മഗ്‌രിബിന് ശേഷം ഒരു 100 ആളെങ്കിലും ഉണ്ടാവും കേട്ടോ എന്ന് പറഞ്ഞു. റഷീദ് കൃത്യമായി എണ്ണീറ്റ് പറഞ്ഞു 100 അല്ല 116 ആളുകളുണ്ട്. ആ 100 ആള് ട്രെൻഡിന്റെ കരുത്തിനിരുന്നതും 16 ഫൈസൽ മാഷ്ടെ പാട്ടും കൂടി കാട്ടാൻ വേണ്ടി ഇരുന്ന മൊത്തം 116 നമുക്ക് വന്നിട്ടുണ്ട്. നിങ്ങളെ വലുതാക്കുകയാണ് ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. പണിയെടുക്കാൻ നമ്മൾ തയ്യാറാകണം. ഒന്നാമത്തെ പണി, 10ാം ക്ലാസ്സിലെ പരീക്ഷ വരാൻ പോകുന്നു. പരീക്ഷ വരാൻ പോകുമ്പോൾ മദ്രസയിൽ പെട്ടെന്ന് തട്ടിക്കൂട്ടിയിട്ടെങ്കിലും അത്രേ സമയമുള്ളൂ. കുഞ്ഞുങ്ങൾക്ക് പരീക്ഷയുടെ പരിശീലനം നടത്തുക, ട്രെൻഡിന്റെ HR ഇങ്ങനെ വിളിച്ചിട്ട് ആളെ ചോദിക്കുക, ആ പരിപാടി ദുആ കൊണ്ട് തുടങ്ങുക, സ്വലാത്ത് കൊണ്ട് അവസാനിപ്പിക്കുക. നമുക്ക് വെക്കേഷന് വരുന്ന സമ്മർ ഗൈഡ് എന്ന് പറയുന്ന പരിപാടി, ചിലപ്പോൾ ആ പേര് തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അത് നമ്മളുടെ SKSSFന്റെ ട്രെൻഡിന്റെ ഏപ്രിൽ മെയ് മാസത്തെ പരിപാടിയാണ്. മറ്റു സമ്മേളനം പരിപാടികളൊക്കെ നടത്താൻ വേറെ ആളുകളെ വയ്ക്കുകയും ഈ വിങ്ങിന് ഏപ്രിൽ മെയ് മാസത്തെ പണി കുട്ടികളെ സംഘടിപ്പിക്കുക, കരിയർ ഗൈഡൻസ് കൊടുക്കുക, വെക്കേഷൻ ക്ലാസ്സുകൾ നടത്തുക, അങ്ങനെ സമൂഹത്തിന്റെ സ്കില്ലിനെ താഴേക്കടയിൽ നിന്ന് ഉണർത്തിക്കൊണ്ടുവരിക. അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ നന്മയെ മറക്കാൻ പറ്റില്ല. മൂന്നാമത്തത്, പല രീതിയിലും മികവുകളുള്ള, നേരത്തെ എഡിസന്റെ ക്ലാസ് പറഞ്ഞതുപോലുള്ള കുട്ടികൾ. നാട്ടിലെ സാധാരണ മാപ്പിള സ്കൂളുണ്ട്, അതിനെ നിങ്ങൾ കാണണം. മൂത്രപ്പരന്റെ മേലെ എന്തോ എഴുതി വെച്ച് നടക്കുന്ന കുട്ടിയില്ലേ, അവനെ പിടിക്കാനാണ് ആളുകളില്ലാത്തത്. കോർപ്പറേറ്റ് സ്കൂൾ പഠിക്കുന്നവർക്ക് മാർഗദർശനം കൊടുക്കാൻ ഇഷ്ടം പോലെ ആളുകൾ പറന്നു വരുമ്പം ആ കുട്ടിയെ കാണാൻ നമുക്ക് പറ്റണം, അവന്റെ കൈ പിടിക്കണം, അവന്റെ മനസ്സിലേക്ക് ഈ കാറ്റ് പകർന്നു കൊടുക്കാനുള്ള ഓരോരുത്തരും അതിനുവേണ്ടി വളരുന്ന ടൂളായി മാറണം. ഈ കൂട്ടത്തിൽ 2 തരം ആളുകളെ ആക്കി ഞങ്ങൾ ഭാവിക്കുന്നു. ഒന്ന്, പരിശീലനങ്ങൾ കൊടുക്കാൻ പറ്റുന്ന, ഫാക്കൽറ്റിയായി വരാൻ പറ്റുന്ന, പ്രസന്റേഷന് കഴിവുള്ള ആളുകൾ. ഈ കൂട്ടത്തിൽ നിന്ന് പുതിയൊരു 100 പേരെ നമുക്ക് കിട്ടണം, നിങ്ങളും നിങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന ആളുകളും. 2, ഈ പരിപാടികൾ സംഘടിപ്പിക്കാൻ പറ്റുന്ന സംഘാടകരായിട്ടുള്ള, മികച്ച സംഘാടകരായിട്ടുള്ള ഒരു വിങ്ങിനെയും നമുക്ക് കിട്ടണം. നമ്മുടെ മുന്നിൽ സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾ ധാരാളമായി നമുക്ക് പെരുപ്പിച്ച് പറയാനൊന്നുമില്ല. കഴിഞ്ഞ 10 വർഷക്കാലത്തിൻ്റെ ഇടയിൽ വളരെ ശാന്തമായി നമ്മൾ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലനമാണ് ഈ വിളി കേട്ട് ഈ ആളുകളൊക്കെ ഒത്ത് കൂടിയിട്ടുള്ളത്. ജാമിയയുടെ സമ്മേളനത്തിൽ വെച്ച് ഉസ്താദുമാരോട് ട്രെൻഡിനെ കുറിച്ച് സംസാരിക്കുമ്പം അവരുടെ മനസ്സിൽ ട്രെൻഡ് ഉണ്ട് എന്നുള്ളൊരു സത്യമാണ്. ഇന്നലെ ബഹുമാനായ നമ്മുടെ വിശിഷ്ടാതിഥിയുമായി രാത്രി അദ്ദേഹത്തിന്റെ കൂടെ ഭക്ഷണത്തിനിരുന്നപ്പോൾ പുറം ലോകത്ത് നിന്ന് മൈനോറിറ്റി മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അത്ഭുതം കൊണ്ട് മൂക്കത്ത് വിരൽ വെച്ചിട്ട് പറഞ്ഞു, നിങ്ങളോ? അങ്ങനെ ഒരു മെസ്സേജ് അവരുടെ ഭാഷയിലുടനീളം ഉണ്ടായിരുന്നു. അത് നമ്മൾ പ്രവർത്തിച്ചിട്ട് പുറത്തേക്ക് പറയാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായ റിസൾട്ടാണ്. നമ്മൾ ആദ്യം പുറത്തേക്ക് പറഞ്ഞിട്ട് പ്രവർത്തിക്കാൻ ശ്രമിച്ചിട്ടില്ല. അല്ലെങ്കിൽ ശ്രമം എന്ന് പറയുന്ന ഒന്ന് ലോകത്തില്ല, പ്രവർത്തനം മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സത്യമാണ്. അതുകൊണ്ട് മോട്ടോ ഫ്രെയിം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു കണ്ണാടി ചില്ലാണ്. അതിനൊരു ഫ്രെയിം ഇട്ടിട്ടുണ്ട്. ആ ഫ്രെയിമിൽ നിങ്ങൾ ഞങ്ങളെയൊന്നുമല്ല പ്രതിഷ്ഠിക്കേണ്ടത്, നിങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കണം. എന്നിട്ട് ആ നിങ്ങൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് നമ്മളുടെ ഈ സമയം ഇതുപോലെ അവസാനിക്കുമ്പോഴത്തേക്കും താഴെ വരുന്ന ജനറേഷന് വേണ്ടി എന്ത് നന്മ കൊടുക്കാൻ പറ്റി എന്നും എന്ത് ഉണർവ് കൊടുക്കാൻ പറ്റിയെന്നും എവിടെ ഏത് ലക്ഷ്യത്തിലേക്ക് അവരെ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നും ചിന്തിക്കുന്ന, നേരത്തെ വന്ന ഒരു ഡയലോഗിന്റെ ഒരു ഭാഗം, ഞാൻ എവിടെയോ നേരത്തെ സെഷനിൽ പരാമർശിക്കപ്പെട്ട ഒരു ഭാഗം, ആരോ പറഞ്ഞു വെച്ച ഒരു ഭാഗം, മലപ്പുറത്ത് നിന്ന് കോഴിക്കോടേക്ക് വണ്ടി കയറേണ്ട ഒരാൾ, കോഴിക്കോടാണ് അയാളുടെ ടാർഗറ്റ്, തൃശ്ശൂരിലേക്ക് വണ്ടി കയറിപ്പോകുന്നുണ്ട് പലപ്പോഴും. ആ തിരുത്തൽ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു ആക്രോശം പോലെ വിളിച്ചു പറയേണ്ടി വരും. ചിലപ്പോൾ കൈപിടിച്ച് തിരിച്ച് നടത്തേണ്ടി വരും. ചിലപ്പോൾ
തിരിഞ്ഞു പോകുന്ന വണ്ടിയെ അങ്ങനെ തന്നെ തിരിച്ച് കോഴിക്കോടേക്ക് വിടുകയും ചെയ്യേണ്ടി വരും. ആ ഒരു ദൗത്യം ഏറ്റെടുക്കാനുള്ള നല്ല മനസ്സോടുകൂടി നല്ല സുന്നികളായി, നിങ്ങൾ തല കറുത്തവരായാലും മനസ്സിലൊരു വെളുപ്പ് സൂക്ഷിക്കുന്ന ഒന്നാം തരം സുന്നികളായി ഈ ട്രെൻഡിൽ വരികയും അങ്ങനെ SKSS വലുതാകുകയും ആ കൂട്ടത്തിൽ നമ്മളെല്ലാവരും വലുതാകുകയും നാളെ മരിക്കുന്ന സമയത്ത് എല്ലാവരും എന്തെല്ലോ ചെയ്തിട്ടുണ്ട്, നമ്മളും ചെയ്തിട്ടുണ്ട്, നമ്മൾ ചെയ്തതിൻ്റെ റിസൾട്ടായിട്ട് കുറേ കുട്ടികൾ നന്മ സൂക്ഷിച്ചുകൊണ്ട് ലോകത്ത് അതിജീവിക്കുന്നുണ്ട് എന്ന നല്ല മനസ്സോടുകൂടി ലോകത്ത് നിന്ന് പിരിഞ്ഞു പോകാൻ നമുക്ക് സാധിക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. സർഗനിശ ആരംഭിക്കുകയാണ്. അതിന് തൊട്ട് മുമ്പായി അതിനുവേണ്ടി സർഗനിശയ്ക്ക് വേണ്ടി നമ്മുടെ ബഹുമാന്യ ഫൈസൽ എളൈത്തിൽ സാർ ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. നല്ല നമ്മൾ ടീം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടക്കായി നമ്മുടെ രീതി, നമ്മുടെ ശൈലി, നമ്മുടെ ആചാരം, നമ്മുടെ പാരമ്പര്യം നമ്മൾ വിടാൻ പാടില്ല. നമുക്കറിയാം, നമുക്ക് ഇതിനു വേണ്ടി സഹായിച്ച ഒട്ടേറെ പേരുണ്ട്. ഇതിൻ്റെ ഉള്ളിലുണ്ട്, പുറത്തുണ്ട്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. എല്ലാവർക്കും വേണ്ടി നമുക്കൊന്ന് ദുആ ചെയ്യാം. ബഹുമാനപ്പെട്ട അബ്ദുസ്സലാം ഫൈസി നേതൃത്വം കൊടുക്കും. ഇലാ ഹളറത്തി നബീന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم ربنا لك الحمد حمدا كثيرا طيبا مباركا فيه على كل حال. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا وحبيبنا محمد صلى الله عليه وسلم وعلى آله وأصحابه وأهل بيته وذريته أجمعين. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. اللهم أوصل وبلغ ثواب ما قرأناه من القرآن العظيم وما صليناه وما سلمناه على نبيك الكريم هدية واصلة ورحمة نازلة وبركة شاملة إلى حضرة روح نبينا وشفيعنا وهادنا ومرشدنا ومنجينا وقرة أعيننا محمد صلى الله عليه وسلم. اللهم آته الوسيلة والفضيلة والدرجة الرفيعة وبعثه اللهم المقام المحمود الذي وعدته ورزقنا شفاعته يوم القيامة. اللهم ثم إلى حضرات أرواح آبائه وإخوانه من الأنبياء والمرسلين وإلى حضرات أرواح أزواجه الطاهرات أمهات المؤمنين. اللهم ثم إلى حضرات أرواح ساداتنا البدريين واللحديين والخندقيين والتبوكيين والحنينيين والخيبريين وسائر الصحابة والقرابة كلهم أجمعين. اللهم ثم إلى حضرات أرواح جميع الأولياء والعلماء والشهداء والصديقين والصالحين. اللهم يسر عسيرنا، اللهم سهل أمورنا، اللهم اقض حوائجنا، اللهم بارك لنا في أمرنا،
اللهم بارك لنا في أمرنا هذا وفي جميع أمورنا اللهم بارك لنا فيما توجهنا إليه يا ذا الجلال والإكرام اللهم بارك لنا في جميع ما رزقتنا وبارك لمن أعاننا ولمن أعان برامجنا هذا يا أرحم الراحمين اللهم وفقنا ووفق أولادنا ووفق آباءنا وأمهاتنا وأولادنا وأقرباءنا وأساتذنا لما تحبه وترضاه يا ذا الجلال والإكرام اللهم اجعل التوفيق رفيقنا والصراط المستقيم طريقنا وأوصلنا إلى خير مقاصدنا وتب علينا إنك أنت التواب الرحيم اللهم اغفر لنا ولوالدينا ربنا ارحمهم كما ربونا صغارا اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما اللهم لا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما اللهم أنت تعلم ما في ضمائرنا وضمائر من أوصانا بالدعاء وضمائر من أعاننا وأعان برنامجنا هذا اللهم أنت تعلم حاجاتهم فقضها يا ذا الجلال والإكرام اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربنا رب العزة عما يصفون وسلام على المرسلين അക്കാദമിക് അസംബ്ലി ഇവിടെ ചരിത്രമാകുന്നു. ഇതിനർത്ഥം ചരിത്രം തീർത്ത ഉറക്കത്തിലേക്ക് വഴുതി വീഴാനല്ല, പുതിയ ചരിത്രം തീർക്കുവാനും ചരിത്രത്തിന്റെ ഭാഗമാകുവാനുമാണ്. ഇനി അവശേഷിക്കുന്നത് ഒരു കലാസംഗമം മാത്രം. സർഗഭാവനയുടെ ആവിഷ്കാരം എന്നും വിപ്ലവകരമാണ്. പാട്ടുകൊണ്ട് ചൂട്ടുകെട്ടി മുഖത്ത് കുത്താൻ തയ്യാറായ പൂർവ്വസൂരികളുടെ പിൻഗാമികൾ സന്ധ്യാസമയത്ത് ടാഗോർ ഹാളിൽ കൂടിയിരിക്കുമ്പോൾ അവർക്ക് പാടാനുള്ളതും അറിവിന്റെ നിറവും നിറവും അനുഭവത്തിന്റെ ഭാവവും ഭാവനയും തന്നെയാണ്. അനുഗ്രഹീത പ്രതിഭ ജനാബ് ഫൈസൽ എളറ്റിലും സംഘവും നമുക്കായി ഒരുക്കുന്ന പാട്ടുകലയുടെ മധുരം കൂടി നുകർന്ന് നമുക്ക് പിരിയാം. അക്കാദമിക് അസംബ്ലി സമ്മാനിച്ച ഊർജവും ലക്ഷ്യബോധവും ഉൾക്കൊണ്ട് പുതിയ ലോകത്തിന്റെ വിനിർമ്മിതിക്കായി അപനിർമ്മിക്കപ്പെടേണ്ട പുതിയ കാലത്തിന്റെ സുപ്രഭാതത്തിലേക്കായി നമുക്ക് ഇതിനുശേഷം പിരിയാം. വേദിയിൽ അവശേഷിക്കുന്നത് നേരത്തെ രജിസ്ട്രേഷൻ സമയത്ത് നമ്മളിവിടെ പ്രദർശിപ്പിച്ച ചിത്രത്തിന് ക്യാപ്ഷൻ എഴുതുവാൻ അടിക്കുറിപ്പ് തയ്യാറാക്കാനുള്ള ഒരു മത്സരമുണ്ടായിരുന്നു. ആ മത്സരത്തിൽ ഒന്നാം സമ്മാനം നേടിയ ബഷീർ എടച്ചേരി എന്ന ട്രെൻഡ് സാരഥിക്കുള്ള സമ്മാന നിർവഹണമാണ്. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി അലി വാണിമ്മലിനെ വളരെ സ്നേഹത്തോടുകൂടെ ക്ഷണിച്ചുകൊള്ളുന്നു. സമ്മാനം വിതരണം ചെയ്യുന്നതിനായി ഫൈസൽ എളേറ്റിലിനെ വളരെ സ്നേഹത്തോടുകൂടെ ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന്റെ ക്യാപ്ഷൻ വിൽ ഐ റീച്ച് ടു സെഡ്, ഞാൻ സെഡിലെത്തുമോ എന്നാണ്. ഫൈസൽ എളേറ്റ് ഈ വേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
മനസ്സിലുണ്ടായൊരു ടെൻഷൻ ഈ SKSF വിഭാവനം ചെയ്യുന്ന ആശയത്തോടേറെ അടുത്ത് നിൽക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പല സംഘാടകരുടെയും സംഘടനാശേഷിയും അവരുടെ ചില പരിപാടികളുടെ നടത്തിപ്പും കാണുമ്പോൾ എന്തുകൊണ്ട് SKSF ഇങ്ങനെ ആവുന്നില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ എല്ലാ കണക്കുകൂട്ടുകളെയും ഈ അടുത്ത കാലത്ത് 2-3 അനുഭവങ്ങൾ ഉള്ളിന്റെ ഉള്ളിൽ വളരെ ഗൗരവമായ ഒരു വിങ് SKSFൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് എന്നതിന്റെ അനുഭവം എന്നെ ഒരുപാട് എനിക്ക് അങ്ങനെ ഒരു പുതിയൊരു മേഖലയിലേക്ക് എന്നെ എത്തിച്ചിരിക്കുകയാണ്. അത് ഞാനത് പറയാൻ കാരണം എല്ലാ സ്ഥലത്തും ഇതേപോലെ പോയി പറഞ്ഞ് അവർക്കനുസരിച്ച് പറഞ്ഞ് കയ്യടി വാങ്ങാൻ വിചാരിക്കരുത്. അല്ല, അങ്ങനെയൊന്നും വിചാരിക്കരുത്. കാരണം ഞാൻ ഈ വാഫി കലാമേളയുമായി ബന്ധപ്പെട്ട് അവിടെ ചെന്നപ്പോഴാണ് ഞാനൊരു പുതിയൊരു മുഖം കാണുകയുണ്ടായി. പുതിയൊരു സ്റ്റൈൽ തന്നെയാണത്. അതുപോലെയാണ് ഞാൻ ഈ ട്രെൻഡിനെയും ഇങ്ങനെ ഞാനിവിടെ സ്റ്റേജിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു. അടുത്ത കാലത്ത് ഞാനിങ്ങനെ ഇത്രയും ഗൗരവമായി ഇതിന്റെ കാര്യങ്ങളിലൊന്നും അങ്ങനെ കൈവെക്കാത്ത ആളായതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിക്കുന്നത്. ഏതായാലും സന്തോഷം. എൻ്റെ കൂടുതൽ സമയം ഞാൻ സംസാരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇടപെടാം. സമയം എന്നെ ഓർമ്മപ്പെടുത്തുന്നില്ല. ആ ബട്ടൺ എപ്പോഴാണ് അമരുക എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇപ്പോൾ അതില്ല. ആ ഒരു ധൈര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഇടപെടാവുന്നതാണ്. സംഘാടകർക്ക്, കലാകാരന്മാർ, കല ആ നന്മയ്ക്കു വേണ്ടിയാണ് എന്നൊക്കെ പറയാറുണ്ട്. ഒരു സവിശേഷ സമൂഹം എന്ന നിലക്ക് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, വിശേഷിച്ച് കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റു കാര്യങ്ങളെന്ന പോലെ വ്യക്തിത്വം നിലനിർത്തുന്ന ഒരു സമൂഹമാണ്. അത് ഞാൻ വിശദമായിട്ടൊന്നും പറയുന്നില്ല. കാരണം മറ്റു പ്രദേശങ്ങളിലെ, ഇന്ത്യയിലെ തന്നെ മറ്റു പ്രദേശങ്ങളിലെ മുസ്ലിങ്ങളിൽ നിന്ന് വിഭിന്നമായി കേരളത്തിലെ മുസ്ലിങ്ങൾ എന്തുകൊണ്ടും അവരുടെ ജീവിതത്തിൽ ഒരു വ്യക്തിത്വം സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. അവർ കടന്നു വന്ന വഴി, ഇവിടെ ഇസ്ലാം പ്രചരിപ്പിച്ച മാർഗം, ഇതൊക്കെ മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ജീവിതം അങ്ങനെയാണ്. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലുമൊക്കെ വ്യത്യസ്തത പുലർത്തി. ദൈവവിശ്വാസവും അതുമായുള്ള കർമ്മങ്ങളും ലോകത്ത് ഒന്നാണെങ്കിലും മറ്റു പല കാര്യങ്ങളിലും കേരളത്തിലെ മുസ്ലിങ്ങൾ വ്യത്യസ്തരാണ്. മലബാറിലെ മുസ്ലിങ്ങളെന്നോ മാപ്പിളമാരെന്നോ ഇപ്പൊ പറയാൻ വയ്യ. കാരണം ഇപ്പോൾ നമ്മുടെ അതിർവരമ്പുകളൊക്കെ ലംഘിച്ചുകൊണ്ട് നമ്മൾ ഒന്നായി തീരുകയാണ്. ലോകത്തിന്റെ ഏത് കോണിൽ നിന്നുകൊണ്ടും മലബാറിനെയും തിരുവിതാംകൂറിനെയും കൊച്ചിയെയും ഒരുപോലെ കാണാൻ സാധിക്കുന്നതുകൊണ്ട് മലയാളി മുസ്ലിം എന്നുള്ള തരത്തിൽ മാത്രമാണ് ഞാനിവിടെ അത് വെച്ച് പറയുന്നത്. എല്ലാ കാര്യത്തിലും അവർ വ്യക്തിത്വം നിലനിർത്തി എന്നുള്ളതാണ്. അറേബ്യ കണ്ടാണ് അവർ ഇവിടെ വരുന്നത്. ഇവിടെയുള്ള സമൂഹത്തെയും അവർ നോക്കിക്കണ്ടാണ്. അങ്ങനെയാണ് ഇവിടെ ഇസ്ലാം മതം പ്രചരിപ്പിച്ചത്. എന്നാൽ അറേബ്യയിലെ രീതികളല്ല അവരിവിടെ പിന്തുടരുന്നത്. കേരളത്തിലെ അന്നത്തെ മറ്റു സമൂഹം സൃഷ്ടിച്ച രീതിയുമല്ല അവർ പിന്തുടർന്നത്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ അവരുടെ വസ്ത്രധാരണം, അറേബ്യയിലെ അക്കാലത്തെ വസ്ത്രധാരണ ശൈലിയല്ല കേരളത്തിൽ അവർ സൃഷ്ടിച്ചത്. ഇവിടെയുള്ള ആളുകളുടെ വസ്ത്രധാരണവുമല്ല, അവർ സ്വന്തമായി ഉണ്ടാക്കിയതാണ്. പഴയകാലത്തെ മാപ്പിളമാരിലെ ആണുങ്ങളുടെ വേഷമൊക്കെ ശ്രദ്ധിച്ചറിയാം. അത് ഇപ്പൊ കാണണമെങ്കിൽ നമുക്ക് കാണാൻ സാധ്യതയില്ല. പല സിനിമകളിലൊക്കെ അന്ന് കളിയാക്കി അങ്ങനെ അവതരിപ്പിച്ചിരുന്നു. മറ്റുള്ളത് ഒപ്പനയിലൊക്കെ കാണുന്ന മുസ്ലിം പെണ്ണുങ്ങളുടെ വേഷം, ഇത് അറേബ്യയിലെ വേഷമല്ല, കേരളത്തിലെ ആളുകൾ. നമ്മളൊരു വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്. ഭക്ഷണത്തിന്റെ കാര്യത്തിലായിരുന്നാലും അങ്ങനെയാണ്. ഭക്ഷണം, ഇവിടെയുള്ള ഭക്ഷണവും അറേബ്യയിലുള്ള ഭക്ഷണമൊക്കെ നമ്മൾ അറേബ്യൻ ഭക്ഷണ രീതിയൊക്കെ ഇപ്പോഴാണ് നമ്മൾ പിന്തുടരുന്നത്. നമ്മൾ ഗൾഫ് വളരെ അടുത്ത് നിൽക്കുമ്പോഴാണ്. ഇത്രകാലം ഇവിടെ നമ്മുടെ ഒരു പാരമ്പര്യമായി ജീവിച്ചിട്ട് ഇപ്പോഴും നമ്മളെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് ഒരു സാമ്പാറോ അല്ലെങ്കിൽ ഒരു രസമോ ഉണ്ടാക്കാൻ കഴിയില്ല. ഞായറാഴ്ചകളിൽ ഭക്ഷണ പരീക്ഷണങ്ങൾക്ക് വിധേയരാകുന്ന ഭർത്താക്കന്മാർ എന്നെപ്പോലെ ഇവിടെ ഉണ്ടാവും. എനിക്ക് തോന്നിയിട്ടുണ്ട്, എന്റെ വീട്ടിലുണ്ടാക്കുന്ന സാമ്പാർ ഞാൻ കഴിക്കേണ്ടി വരുമ്പോൾ അന്ന് കൂടി സ്കൂളുണ്ടാകാൻ മതിയായിരുന്നു എന്ന്. ഞാനത് പറഞ്ഞത് അതെന്റെ ഭാര്യയുടെ വ്യക്തിത്വമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനതിനെ കുറ്റപ്പെടുത്തുകയല്ല. എന്റെ ഭാര്യ ഉണ്ടാക്കുന്നത് പോലെ ഒരു പത്തിരിയോ കോഴിക്കറിയോ ബിരിയാണിയോ ഉണ്ടാക്കാൻ എന്റെ സ്കൂളിൽ രമേശ മാഷ ഭാര്യയ്ക്ക് സാധിക്കില്ല എന്നുള്ളത് എന്റെ ഭാര്യയുടെ വ്യക്തിത്വമായി ഞാൻ കാണുന്നു. അതാണ് മാപ്പിളന്മാരുടെ വ്യക്തിത്വം. അപ്പൊ ഭക്ഷണത്തിന്റെ കാര്യത്തിലായിരുന്നാലും വസ്ത്രത്തിന്റെ കാര്യത്തിലായിരുന്നു അവർ വൈവിധ്യം പുലർത്തി. അതുകൊണ്ട് തന്നെ അവരുടെ സർഗാത്മകതയിലും അങ്ങനെ തന്നെയാണ്. അത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ അവരതിനെ അവലംബിച്ച മാർഗങ്ങൾ, അറബി മലയാളം എന്ന ഒരു ലിപി, ഇതൊക്കെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അറബി മലയാളം എന്ന ഒരു ലിപി സമ്പ്രദായം തന്നെ അവരുണ്ടാക്കി. നിങ്ങൾക്കറിയോ എത്രത്തോളം നമ്മളത് ചിന്തിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. 5000 അതിലധികം ഗ്രന്ഥങ്ങൾ തുഞ്ചത്തെഴുത്തച്ഛൻ ആധ്യാത്മ രാമായണം എഴുതുന്നതിന്റെ 5 വർഷം മുമ്പ് കോഴിക്കോട് ഖാദി മുഹമ്മദ് മുഹിയുദ്ദീൻ മാല എഴുതി. ഭാഷാപിതാവാണ് തുഞ്ചത്തെഴുത്തച്ഛൻ. അതുപോലെ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഒ ചന്തുമേനോന്റെ ഇന്ദുലേഖയാണ്. അതിന്റെ 7 വർഷം മുമ്പ് തലശ്ശേരിയിൽ നിന്ന് ചാർ ദർവേശ് എന്ന പേരിൽ ഒരു നോവൽ പ്രസിദ്ധീകരിച്ചു അറബി മലയാളത്തിൽ.
അപ്പോൾ നമ്മൾ പോലും പലപ്പോഴും മനസ്സിലാക്കാത്ത 5000-ലധികം ഗ്രന്ഥങ്ങൾ, ഡിക്ഷണറികൾ, ചെറുകഥകൾ, നോവലുകൾ 986-ലോ 87-ലോ ആണ്, കൃത്യമായിട്ട് എനിക്കറിയില്ല. മലയാളത്തിലൊരു വനിതാ പ്രസിദ്ധീകരണം മുസ്ലിങ്ങൾ മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുന്നത് ആരാമം. പിന്നെയാണ് പൂങ്കാവനവും സന്തുഷ്ട കുടുംബവും മഹിളാചന്ദ്രികയും പുടവയൊക്കെ ഇറങ്ങിയത്. എന്നാൽ 917-ലും 19-ലും അറബി മലയാളത്തിൽ വനിതാ മാസിക പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പൊ അത്രയേറെ സമ്പന്നമായിരുന്നു അറബി മലയാളം. രണ്ടെണ്ണത്തിന്റെ പുറംചട്ട എന്റെ കയ്യിലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വെറുതെ പറയല്ല. അപ്പൊ അങ്ങനെയുള്ള വൈവിധ്യമാർന്ന ഡിക്ഷണറികൾ, ചെറുകഥകൾ, ഔഷധ ഗ്രന്ഥങ്ങൾ, അങ്ങനെ ഒരു വൈവിധ്യമാർന്ന ഒരു സാഹിത്യ സമ്പത്ത്. ആ അറബി മലയാളം ലിപിയിലെ പദ്യസാഹിത്യവും ഗദ്യസാഹിത്യവും, അതിനപ്പുറം വാമൊഴിയായി വന്ന കാര്യങ്ങളും, ഇതൊക്കെയാണ് നമ്മുടെ സർഗശേഷിയെ, അല്ലെങ്കിൽ നമ്മുടെ സംഗീതത്തെ, നമ്മുടെ പാട്ടുവഴികളെ, നമ്മുടെ കലാബോധത്തെയൊക്കെ തൊട്ടുനിർത്തിയത് എന്ന് പറയാനാണ് ഞാൻ പറഞ്ഞത്. ഒരു വേള നാം ഗൗരവത്തോടുകൂടി ഇത് എത്രത്തോളം ആലോചിക്കുന്നു എന്നുള്ളത് പലപ്പോഴും നമ്മയൊക്കെ സംശയത്തിലാക്കുകയാണ്. എനിക്ക് തോന്നിയ ഒരു കാര്യം, നമ്മുടെ 10,000-ലധികം മദ്രസകളുള്ള സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പലപ്പോഴും അറബി മലയാള സാഹിത്യത്തെക്കുറിച്ചുള്ള ഒരു ചരിത്രം എന്തുകൊണ്ട് അതിന്റെ സിലബസിൽ ഉൾപ്പെടുത്തിക്കൂടാ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് സംബന്ധിച്ചൊക്കെ നമ്മുടെ പുതിയ തലമുറ പുതിയ വഴികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ പോകേണ്ട. അറബി മലയാള സാഹിത്യത്തെക്കുറിച്ച് ഈ മാപ്പിളപ്പാട്ടിന്റെ ചരിത്രം എഴുതുമ്പോഴാണ് പല കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തേണ്ടി വരിക. അറബി മലയാള സാഹിത്യത്തെക്കുറിച്ച് നമ്മളൊരു വലിയൊരു നോട്ട് എഴുതിയാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഒരു പൈതൃകമാണ് അതിലുള്ളത്. അപ്പൊ അതിലെ ആ ഒരു ശേഷി നിന്നുകൊണ്ട്, ആ ഒരു ലിപി സമ്പ്രദായത്തിലൂടെ സ്വന്തമായ വ്യക്തിത്വം സൂക്ഷിച്ച സമൂഹത്തിന്റെ സർഗ വഴിയും കലാ ആസ്വാദന രംഗത്തെയും സർഗ സൃഷ്ടികളുടെ വഴിയിലും അവർ വ്യക്തിത്വം സൂക്ഷിച്ചിരുന്നു. ഇത് സ്വന്തമായൊരു വഴി അവർ സൃഷ്ടിച്ചു. അങ്ങനെയാണ് ഈ ഈണത്തെ, ഈ ശൈലിയെ അവർ പിന്തുടർന്നതെന്ന് പറയാനാണ് ഞാൻ ഇത്രയും സൂചിപ്പിച്ചത്. ഇന്ന് നമ്മുടെ ഈ വഴി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളെ സ്വാധീനിക്കുന്ന ഒരു മേഖല തന്നെയാണ്. അതേറെ അനുഭവിക്കുന്ന ആളാണ് ഞാൻ. അതേറെ അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ തോന്നുന്നത്. കാരണം അർദ്ധരാത്രിയൊക്കെ എന്നെ വിളിച്ചിട്ട് ചില ആളുകൾ സംസാരിക്കും. ഞാൻ ഈ തമാശയ്ക്ക് വേണ്ടി പറയുകയാണെന്ന് വിചാരിക്കരുത്. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്കടുത്ത് ഉളിക്കൽ എന്ന പ്രദേശത്ത് ഒരു 7 ചെറുപ്പക്കാരൊരിക്കൽ ഒരു റൂമിൽ താമസിക്കുകയാണ്. റിയാദിന്റെ ഒരു പ്രാന്തപ്രദേശത്ത്. രാത്രി 1 മണിക്ക് എന്നെ വിളിച്ചവർ പറഞ്ഞു, മാഷ് ഉറങ്ങിയോ? ഞങ്ങൾ ഇരിട്ടിക്കടുത്ത ഉളിക്കൽ എന്ന സ്ഥലത്താണ്. ഞങ്ങൾ ഒരേ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരാണ്. ഞങ്ങൾക്ക് രാത്രി ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾക്കൊരു സംശയം, മാപ്പിളപ്പാട്ട് സംബന്ധിച്ചുള്ളൊരു സംശയമാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഫോൺ കോളുകൾ വരുന്ന ആളാണ് ഞാൻ അതിന്റെ ബുദ്ധിമുട്ടുകളും അതിന്റെ സൗകര്യങ്ങളും അതിന്റെ സുഖങ്ങളും ഒക്കെ, അതിന്റെ സുഖവും സുഖക്കേടും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചത്, ഞങ്ങൾക്കൊരു സംശയമുണ്ട്, മാഷ് ഉറങ്ങിയോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഉറങ്ങിയോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ 1 മണി ഞങ്ങളുടെ 3:30 മണിയാണ്. അപ്പോൾ അതല്ല, ഞങ്ങൾ അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞു. അതല്ല, നിങ്ങൾ ഏതായാലും ഞാൻ എഴുന്നേറ്റില്ലേ. അപ്പൊ അവർക്കൊരു സംശയം. അവരുടെ സംശയമാണ് ഏറ്റവും കൂടുതൽ എന്നെ രസിപ്പിച്ചത്. സംശയം അങ്ങനെയുണ്ടാവും. വിയ്യൻകുട്ടിയുടെ ഭാര്യയാണ് വിളയിൽ ഫസീല. നല്ല ചോദ്യമാണ്. രാത്രി 3:30 മണിക്ക് എന്നെ വിളിച്ചുണർത്തി ചോദിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഇത് തർക്കം. അപ്പൊ ഞാൻ പറഞ്ഞത്, അനാവശ്യമായി ആവശ്യത്തിനും അനാവശ്യത്തിനും തർക്കമുള്ള ഒരു മേഖല. ആവശ്യവും അനാവശ്യമില്ലാതെ ഒരുപാട് പുതിയ പാട്ടുകാർ, പഴയ പാട്ടുകാർ തമ്മിൽ പ്രശ്നം, വിഷ്വൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന ആളുകളും അല്ലാത്തവരും തമ്മിലുള്ള പ്രശ്നം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മുസ്ലിങ്ങളുടെ സാംസ്കാരിക പൈതൃകം എന്ന് അവകാശപ്പെടുന്ന മാപ്പിളപ്പാട്ടിലുള്ള അത്ര വിവാദങ്ങൾ, അതിന് അടുത്തുള്ള സെമിനാറുകൾ, പുസ്തകങ്ങൾ, ഇതിന്റെയൊക്കെ ആധിക്യത്തെക്കുറിച്ച് നിങ്ങൾ മലയാളത്തിൽ എത്ര പാട്ടുശാഖകളുണ്ട്. വടക്കൻ പാട്ടുണ്ട്, തെക്കൻ പാട്ടുണ്ട്, തോറ്റം പാട്ടുണ്ട്. നാടൻ പാട്ടിന്റെ മേഖലയിലാണ് മഹാകവി വള്ളത്തോളൊക്കെ ഇതിനെ ഉൾപ്പെടുത്തിയത്. അത് അംഗീകരിച്ചാൽ തന്നെ വടക്കൻ പാട്ട് ഇപ്പോൾ ഉണ്ടോ? അങ്ങനെയുള്ളൊന്നുമില്ല. പക്ഷെ മാപ്പിളപ്പാട്ട് ഈ സമൂഹം എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾക്കും വിവാദങ്ങളും. എന്തു പറഞ്ഞാലും വിവാദങ്ങളാണ് ഈ മേഖലയിൽ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിലൊക്കെ വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളതാണെങ്കിലും അതിൽ ചില ഗൗരവമായ സമീപനങ്ങളുണ്ട്. ഈ പാട്ട് ആളുകളുടെ ജീവിതവുമായി ഏറെ അടുത്ത് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. കല നന്മയ്ക്ക് വേണ്ടിയാണ് തന്നെ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഇന്നത്തെ ഇതിന്റെ അവസ്ഥയെക്കുറിച്ച് ഇന്ന് നമ്മുടെ ഒരു അവസ്ഥ എന്താണ്? വിഷ്വൽ മീഡിയയും ഇൻഫർമേഷൻ ടെക്നോളജിയും നമ്മളെ ഏറെ സ്വാധീനിച്ച ഒരു കാലഘട്ടത്തിൽ ഇതെങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് പുതിയ പ്രശ്നം. എന്റെയും നിങ്ങളുടെയും വീട്ടിലെ പുതിയ തലമുറയിലെ കുട്ടികൾ ഇതെങ്ങനെ കാണുന്നു? കുട്ടികൾക്ക് വാർത്തകൾ കേൾക്കാൻ താല്പര്യമില്ല. കുട്ടികൾക്ക് പലപ്പോഴും നമ്മളൊക്കെ വീട്ടിൽ വരുമ്പോൾ വാർത്തകൾ കേൾക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കുട്ടികൾ അപ്പോൾ എഴുന്നേറ്റ് പോകുന്നു. അവർ കാണുന്നത് കേൾക്കുന്നത് കാർട്ടൂണ്, അല്ലെങ്കിൽ സിനിമകൾ, ഹൊറർ സിനിമകൾ, അല്ലെങ്കിൽ അശ്ലീലമായ ആഭാസകരമായ നൃത്തരംഗങ്ങളുള്ള പാട്ടുകൾ. എന്റെയും നിങ്ങളുടെയും വീട്ടിലൊരു വലിയ വിഷയമാണ്. വിഷ്വൽ മീഡിയ നമ്മെ സ്വാധീനിക്കുകയാണ്. ഇവിടെയാണ്
ഇതുപയോഗിച്ചുകൊണ്ട്, ഇതിനെ കുറ്റം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഇത് മനോഹരമായി നമുക്ക് സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയും. ഒരു വീട്ടിൽ ഒരു കല്യാണത്തിൽ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു ആന ഉണ്ട് എന്ന് പറയുന്നത് പോലെ വളരെ അകലെയായിരുന്നു നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത മേഖല. ഇന്ന് സ്മാർട്ട് ക്ലാസ് റൂമുകൾ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരുപാട് സൗകര്യങ്ങൾ, നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ക്യാമറകൾ, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും സൗകര്യമായി ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്ന കാലഘട്ടത്തിൽ എങ്ങനെ നാം കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രണയത്തിനപ്പുറം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ. പ്രണയം മാത്രമാണ് നമ്മുടെ ജീവിതത്തിലെ കാര്യം. ഞാൻ ഒറ്റ സംഭവം പറയാം. 1990 ജൂലൈ 16 തീയതി ഞാൻ എന്റെ സ്കൂളിൽ, നമ്മുടെ തലമുറയുടെ ഒരു വിഷയം പറയാനാണ്. 23 വർഷം മുമ്പ് ഞാൻ ഒരു സ്കൂൾ അധ്യാപകനായി ജോലി ചെയ്തപ്പോൾ എന്നോട് എന്റെ ഹെഡ്മാഷ് പറഞ്ഞു, 4ാം ക്ലാസ്സിൽ പോയിരിക്കാം. അന്ന് പുതിയ അധ്യാപകർക്ക് അറിയാം, ഒരു പീരീഡ് നമുക്ക് ഒഴിവ് കിട്ടില്ല. ഹെഡ്മാഷ് പറയും അവിടെ പോയിരിക്കാൻ. ഞാൻ 4ാം ക്ലാസ്സിൽ പോയിരുന്നപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ ഒരു കുട്ടിയെ കൊണ്ട് പാട്ട് പാടിച്ചു. ആ കുട്ടി പാടിയ പാട്ട് ഖുറൈശിയിൽ വിരിഞ്ഞൊരു മലരാണ്, ഫഹ ഖുർആനിൽ വഴി തന്ന കമറാണ്, അമ്പിയാക്കളിൽ രാജസൈതരെ ആലമാകെ പുകഴ്ത്തും തിരുദൂതരെ. അന്നത്തെ ഒരു ഹിറ്റ് പാട്ടാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ പാട്ട് പാടിയ കുട്ടിയെ ഞാൻ ഓർക്കുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം ഇപ്പോൾ വല്ലപ്പോഴും സ്കൂളിൽ പോകുന്ന ഞാൻ, അങ്ങനെ ക്ലാസ് ചാർജ് ഒന്നുമില്ലാത്ത എനിക്ക് എന്നോട് ഹെഡ്മാഷ് പറഞ്ഞു, നിങ്ങൾ 3ാം ക്ലാസ്സിൽ പോയിരിക്കുക, കുട്ടികൾ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ പ്രസംഗത്തിന്റെ സുഖത്തിന് വേണ്ടി പറയല്ല, ഇത് ഉണ്ടായ സംഭവമാണ്. ഞാൻ വെറുതെ ഒരു കുട്ടിയോട് ഒരു പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ കുട്ടി പാടിയ 3ാം ക്ലാസ്സിലെ കുട്ടിയാണ്. ഒരു പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ ഒരു കൊച്ചു കുട്ടി പാടുകയാണ്, പ്രണയമേ നീ കരയുമ്പോൾ ചിരി തൂകി ഞാൻ നിന്നിടും. ഞാൻ ഈ 2 കാര്യത്തിലൂടെ ഈ ഒരു തലമുറകളുടെ വ്യത്യാസം പറയാനാ പറഞ്ഞത്. എന്റെ അനുഭവം പറയാനല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു ട്രെൻഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രണയം എന്തിനാണ്, ഏത് പ്രായത്തിലാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നതൊക്കെ നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. വളരെ ഗൗരവമായ വിഷയമാണ്. ജീവിതത്തിന്റെ സർവ്വ മേഖലകളെയും ഈ ഒരു സമൂഹം ഒന്നായി കൊണ്ടാടിയ ഒരു മേഖലയാണിത്. അവന്റെ ജീവിതത്തിലെ ഭക്തി, ആത്മീയപരമായ കാര്യങ്ങൾ, അവന്റെ നേരം പോക്കുകൾ, അവന്റെ പ്രണയം, അവന്റെ ജീവിതം, സമരം, അവന്റെ ചരിത്രബോധത്തെ, സന്തോഷകരമായ മുഹൂർത്തങ്ങളെ, വിരഹത്തെയൊക്കെ കൈകാര്യം ചെയ്ത, ഈ ജീവിതത്തിന്റെ സർവ്വ മേഖലകളെയും കൈകാര്യം ചെയ്ത, നന്മയുടെ ഉത്ബോധനത്തെ കൈകാര്യം ചെയ്ത ഒരു മേഖലയാണ് ഇത്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ഞാൻ പറയുന്നു, ഇത് എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഭക്തിഗാനമാണെങ്കിൽ ഒരു ഭക്തിഗാനം കേട്ട അങ്ങനെ പോയി. എനിക്ക് തോന്നിയൊരു കാര്യം, ഈ പ്രപഞ്ചത്തിലെ രഹസ്യങ്ങൾ, ഈ പ്രപഞ്ചത്തിന്റെ അത്ഭുതങ്ങൾ, ദൈവത്തിന്റെ ദൃഷ്ടാന്തങ്ങളെ നമുക്ക് മനോഹരമായി ചിത്രീകരിക്കാൻ സാധിക്കും. ഞാൻ എന്റെ കുട്ടിക്കാലത്ത് കേട്ട ഒരു പാട്ടുണ്ട്, വട്ടങ്കറങ്ങുന്ന ഗോളങ്ങൾ, വിണ്ണിൽ വെട്ടി തിളങ്ങുന്ന താരങ്ങൾ, മണ്ണിൽ വെട്ടം ചൊരിയുന്ന ദീപങ്ങൾ, പൊട്ടിത്തകേരാതെ മുട്ടിപ്പിളേരാതെ സൃഷ്ടിച്ചത് ഈ മണ്ണിലാരാണ്? അല്ലാഹു. ഈ പാട്ടുകളൊക്കെ നമുക്കങ്ങനെ ചിത്രീകരിച്ചുകൂടാ. അങ്ങനെയുള്ളൊരു തലത്തിലേക്ക് ഈ ട്രെൻഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, പുതിയ തലമുറക്ക് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നാം എത്തിപ്പെടേണ്ടതുണ്ട് എന്ന് പറയാനാണ്, അല്ലെങ്കിൽ അത് തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് പറയാനാണ് ഞാൻ ഇത് സൂചിപ്പിക്കുന്നത്. പ്രവാചക പ്രകീർത്തനങ്ങളുടെ ഒരു വല്ലാത്ത കാലത്ത് നാം ജീവിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ സുവർണകാലത്താണ്, വസന്തകാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മനോഹരമായി നമ്മുടെ പ്രവാചകനുള്ള പ്രണയത്തെ കൈകാര്യം ചെയ്ത പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ എത്രത്തോളം അത് ഉപയോഗിക്കുന്നുണ്ട്? നമ്മുടെ ഉത്ബോധനത്തെ, നമ്മുടെ ചരിത്രത്തെ, അത് ഞാൻ പറയുന്നില്ല. എന്റെ സമയം എന്നെ വീണ്ടും ഇങ്ങനെ ആ സമയത്തിന്റെ ആ ഒരു വിഷയം എനിക്കുണ്ട്, അതുകൊണ്ടാണ് ഞാനത് സംസാരിക്കുന്നില്ല. അങ്ങനെയുള്ള ജീവിതത്തിന്റെ സർവ്വ മേഖലകളെയും ഇത് കൈകാര്യം ചെയ്തിരുന്നു. ആ ഒരു തലത്തിലേക്ക് ഒരു തിരിച്ചറിവ് നമുക്ക് ഈ മേഖലയിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. കാലത്തോട് സംസാരിക്കണം ഏത് കലയും. ഒരു കാലത്ത് സ്വാതന്ത്ര്യ സമരമാണെങ്കിൽ അതിനെ പ്രചോദിപ്പിച്ച പാട്ടുകളുണ്ടായിരുന്നു. ഒരു കാലത്ത് ഇവിടെയുള്ള സ്ത്രീധനം പോലെയുള്ള സമ്പ്രദായങ്ങൾക്കെതിരെയായിരുന്നു പാട്ടുകൾ ശബ്ദിച്ചത്. ഇന്ന് ശബ്ദിക്കേണ്ടത് എന്തിനാണ്? നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നൊരു സാലിഹായ അമല് പോലെ നടക്കുന്ന ഒരു കാര്യം റിയൽ എസ്റ്റേറ്റ് ആണ്. നമ്മുടെ സാലിഹായ അമല് പോലെയാണ്. ഞാൻ അതിന്റെ നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യുന്നവരെ ഞാൻ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. പലിശ, പണത്തിന് വേണ്ടിയുള്ള ആർത്തി, ഇതൊക്കെ നമ്മളെ പാട്ടുകൾ കൈകാര്യം ചെയ്തിരുന്നു. ഏറ്റവും കൂടുതൽ ശക്തമായി കൈകാര്യം ചെയ്യേണ്ട ഒരു കാലമാണ്. പച്ചക്കള്ളം പറഞ്ഞിട്ട് നടത്തണ കച്ചവട മരുതേ, 10ൽ 11 പലിശ എടുത്തിട്ട് പറ്റിക്കലു മരുതേ. ഞാൻ കേട്ടൊരു പാട്ടാണത് പണ്ട്. ഇല്ലാത്ത സ്ഥലത്ത് വെള്ളം കിട്ടുമെന്നും റോഡുണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ കച്ചവടം. സാധാരണക്കാരന് ഒരു 5 സെന്റ് സ്ഥലവും വീട് വെക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് പണത്തിന്റെ പെരുപ്പം. പണത്തിന് വിലയില്ലാത്ത ഒരവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. ഇതൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല പൊറുക്കുമെന്ന് എനിക്കറിയില്ല. അതൊക്കെ പണ്ഡിതന്മാരാണ് പറയേണ്ടത്.
അതൊക്കെ അടയാളപ്പെടുത്തിയിരുന്നു. പലിശ നമുക്കൊരു വിഷയമല്ല. പലിശക്ക് നമ്മൾ ലാഭം എന്ന് പേരിട്ടു. ലാഭം കൊടുക്കലും ലാഭം വാങ്ങലുമാണ്. ആരും പലിശ കൊടുക്കാറില്ല, കൈക്കൂലി വാങ്ങാറില്ല, കമ്മീഷനാണ്, പേര് മാറ്റി. ഈ കാലത്ത് ഇതിനൊക്കെ വെള്ളം മാലിനപ്പെടുത്തല്ല, വൃക്ഷങ്ങള് വെട്ടി നശിപ്പിക്കല്ല, ഇതൊക്കെ പണ്ടുള്ള പാട്ടുകളാണ്. അപ്പൊ ഇത്തരം ഗൗരവമായ കാര്യങ്ങൾ, ആർഭാട കല്യാണങ്ങൾ. ഇപ്പോ അടുത്ത കാലത്ത് ഞാൻ മലപ്പുറം ജില്ലയിൽ ഒരു കല്യാണത്തിന് പോയി. അത്തരം കല്യാണത്തിന് ഞാൻ പോകാറുണ്ടെന്ന് പറയാൻ വേണ്ടിയല്ല. ഞാനും എന്റെ സുഹൃത്ത്, എന്റെ കൂടെ ഉണ്ടായിരുന്ന വണ്ടിയുടെ സാരഥിയും കൂടെ എന്നോടൊരാൾ പറഞ്ഞു, നിങ്ങൾ ഈ പ്ലേറ്റ് എടുത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒരാൾക്ക് 2000 രൂപയാണ് ഒരു പ്ലേറ്റിന്. 2000 ആളെ കല്യാണമാണ്, 40 ലക്ഷം റുപ്യുള്ളൂ ഇതിന്റെ ഭക്ഷണത്തിന്. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം അതല്ല, ഇതിന്റെ മറുഭാഗം, ഈ കുട്ടിയുടെ ഭാഗം വളരെ ചുരുങ്ങിയ ചെലവിലാണ് കല്യാണം നടത്തിയത്. 5 കോടി റുപ്യുള്ളൂ. ശങ്കർ മഹാദേവന്റെ ഗാനമേളാണ് അവിടെ ഉണ്ടായിരുന്നത് കൊച്ചിയിൽ, 45 ലക്ഷം. ഇത് ഇങ്ങനെയുള്ള ആർഭാടങ്ങളുടെ പിറകെയാണ് നമ്മളും അനുകരിച്ചാണ് പോകുന്നത്. മാതാവില്ല, പുള്ളിപ്പട്ട് തുണിയുമില്ല, മുട്ടില്ല, വിളിയില്ല, കളിയുമില്ല, ഒപ്പനയില്ല, കൈമുട്ടില്ല, ചിരിയുമില്ല, കൽവിന്റെ മുട്ടും തട്ടുമില്ലാതെയില്ല, ഇല്ലാതെയില്ല. 40 ലക്ഷം ചിലവാക്കിയപ്പോൾ നിങ്ങൾ അറിയിക്കുന്നത് മാതാവില്ല, പുള്ളിപ്പട്ടില്ല, ഒപ്പനയില്ല, കൈമുട്ടില്ല, മുട്ടും വിളിയില്ല. അവിടെ ഒന്നുമില്ല. അവിടെ ഉള്ളത് കൽബിന്റെ മുട്ടും തട്ടുവാണ്. ആരുടെ കല്യാണത്തിന്? അലിയാരെ കല്യാണ പുതുമ ചൊല്ലാം, മലമുത്ത് ഫാത്തിമത്തിൻ കല്യാണമേ, കല്യാണമേ. അങ്ങനെയുള്ള സമ്പ്രദായങ്ങൾക്കെതിരെ നാടിനോട്, നാടിന്റെ സന്ദേശം വായിക്കാൻ, കാലത്തിന്റെ സന്ദേശം വായിക്കാൻ നമ്മുടെ കലാകാരന്മാർക്ക്, സർഗസൃഷ്ടികൾക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാനിപ്പോൾ ആമുഖമായി, ഇനി പറയാൻ കഴിയുമെന്ന് എനിക്കറിയില്ല, ഏതായാലും നമ്മുടെ പ്രിയപ്പെട്ട ഹാരിസ്, പിന്നെ നവാസ്, മലഹർ തങ്ങളൊക്കെ ഇവിടെ പാടാനുണ്ട്. അവരുടെ പാട്ടുകളിലേക്ക് പോവുകയാണ്. ഞാൻ ഇവിടെ വെച്ചാണ് അവരാണ് പാടുന്നത്. അതുകൊണ്ട് ഞാനും സംഘവും എന്നൊക്കെ പറയുമ്പോൾ എനിക്കാകെ പേടിയായി. ഏതായാലും അവർ മനോഹരമായി പാടാൻ കഴിയുന്നവർ, അവരെനിക്ക് നേരത്തെ പരിചയമുള്ളവരാണ്. അവരുടെ പാട്ടുകളും ഇടപെടലുമായി കുറച്ച് സമയം നമുക്കിരിക്കാം. ഇത്രയും നേരം എന്റെ പ്രസംഗം കേട്ടതിന് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ താൽക്കാലികമായി ഇവിടെ ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും. السلام عليكم. السلام عليك زين الأنبياء، السلام عليك أفضل الأنبياء، السلام عليك زين الأنبياء، السلام عليك أتقى الأنبياء، السلام عليك أسف الأصفياء، السلام عليك أزكى الأزكياء، السلام عليك أسف الأصفياء، السلام عليك أزكى الأزكياء، السلام عليك بين الأنبياء، السلام
السلام عليك أتقى السلام عليك من رب السماء السلام عليك دام بالانتماء السلام عليك من رب السماء السلام عليك دام بالانتماء السلام عليك زين الأنبياء السلام عليك أتقى الأنبياء السلام عليك أحمد يا حبيبي السلام عليك طه يا طبيبي السلام عليك أحمد يا حبيبي السلام عليك طه يا طبيبي السلام عليك زين الأنبياء السلام عليك أتقى الأتقياء السلام عليك أحمد يا محمد السلام عليك طه يا ممجد السلام عليك أحمد يا محمد السلام عليك طه يا ممجد السلام عليك زين الأنبياء السلام عليك أتقى الأتقياء السلام عليك زين الأنبياء السلام عليك أتقى الأتقياء. يا رسول الله صل على يا حبيبي يا حبيبي يا حبيبي خير الورى يا سيدي കരുണക്കടൽ മുഹമ്മദി ഖൈറുൽ വറായ സയ്യിദി കരുണക്കടൽ മുഹമ്മദി അർവാഹുകൾക്കധിപതി അർവാഹുകൾക്കധിപതി അഷ്റഫുൽ ഖൽഖാം നബി സിറുസിനായ മുസ്തഫ സർദാർ ഹമീദ് മുർത്തല സിറുസിനായ മുസ്തഫ സർദാർ ഹമീദ് മുർത്തല ഹമീദ് മുർത്തല യാ നബിയേ സലാം യാ റസൂലേ സലാം യാ നബിയേ സലാം യാ റസൂലേ സലാം യാ മുഹമ്മദ് നബിയേ സലാം യാ മുഹമ്മദ് നബിയേ സലാം യാ മുഹമ്മദ് നബിയേ സലാം യാ മുഹമ്മദ് നബിയേ സലാം മക്കം പിറந்த രാജരാം മന്നാൻ പുകഴ്ந்த ദൂതരാം മക്കം പിറந்த രാജരാം മന്നാൻ പുകഴ്ந்த ദൂതരാം ദിക്ക് മദീന പൂമണി നാദാ ഹബീബ് യാ നബി ദിക്ക് മദീന പൂമണി നാദാ ഹബീബ് യാ നബി അർവാഹുകൾക്കധിപതി അർവാഹുകൾക്കധിപതി അഷ്റഫുൽ ഖൽഖാം നബി സിറുസിനായ മുസ്തഫ സർദാർ ഹമീദ് മുർത്തല സിറുസിനായ മുസ്തഫ സർദാർ ഹമീദ് മുർത്തല ഹമീദ് മുർത്തല
യാ നബിയേ സലാം യാ റസൂലേ സലാം യാ നബിയേ സലാം യാ റസൂലേ സലാം യാ മുഹമ്മദ് നബിയേ സലാം യാ മുഹമ്മദ് നബിയേ സലാം യാ മുഹമ്മദ് നബിയേ സലാം യാ മുഹമ്മദ് നബിയേ സലാം എക്കാലവും സമത്വമേ എങ്ങും നിറൈந்த താരമേ എക്കാലവും സമത്വമേ എങ്ങും നിറൈந்த താരമേ ഹക്കുയ്യതീനിൻ ചേർമണി ഹാശീമിൽ വംശ കൺമണി ഹക്കുയ്യതീനിൻ ചേർമണി ഹാശീമിൽ വംശ കൺമണി ശിർക്കിന്നെതിർത്തമാമണി ശിർക്കിന്നെതിർത്തമാമണി തൗഹീദ് യാ മുഹമ്മദി സിറൈസിനായ മുസ്തഫ സർദാർ ഹമീദ് മുർത്തല സിറൈസിനായ മുസ്തഫ സർദാർ ഹമീദ് മുർത്തല ഹമീദ് മുർത്തല യാ നബിയേ സലാം യാ റസൂലേ സലാം യാ